നമസ്കാരം. ഇന്ന് സിനിമാ ലോകത്ത് ഒരുപാട് ചർച്ചകളും കോളിളക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന ആളുടെ മുമ്പെയാണ് ജയൻ എന്ന് പറയുന്ന കഥാപാത്രം മരണമടയുന്നത് കോളിളക്കം എന്ന സിനിമയിൽ. മറ്റൊരു കോളിളക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ച് സ്കൂളിൽ പോകുന്ന സമയത്താണ് നമ്മുടെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടു എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിങ്, അതായത് ഇത്രയേ ഉള്ളൂ, അവിടുത്തെ ഒരു വാടത്തോടെന്ന് പറയുന്ന വളരെയേറെ മണമുള്ള, അതായത് ഈ പശുക്കളെയും മറ്റുമൊക്കെ നമ്മളന്ന് ഇറച്ചിക്ക് വേണ്ടി പോത്തിനെയൊക്കെ കൊല്ലുന്നതിൻ്റെ എല്ല് അത് ചില ആളുകൾ വാങ്ങിച്ചിട്ട് അത് വെളിയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഒരു കയറെ കെട്ടി കമ്പി കൊണ്ടൊക്കെ കെട്ടി വെച്ചിട്ട് അത് ഈ തോടിൻ്റെ കരകളിൽ നിന്നിട്ട് സൈഡിലോട്ട് കെട്ടിയിടും. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ വല്ലാത്ത ഒരു ദുർഗന്ധമാണ്. വാടത്തോടെന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ ആ തോട്ടിൽ ഒരു ദിവസം ഞാൻ അവിടെ വരുമ്പം പോളയൊക്കെ വാരി വൃത്തിയാക്കിയിട്ട് അവിടെ ഷൂട്ടിങ് നടക്കുകയാണ്. അതായത് മറ്റേ ഒരു കെട്ടുവെള്ളത്തെ കൂടെ ഇങ്ങനെ തുഴഞ്ഞ് ഇവരെ കൊണ്ടുപോകുന്നതായിട്ട് അതിൽ നായികമാരായിട്ടുള്ള നമ്മുടെ നദിയ മൊയ്തൂനെയും പത്മിനിയോ അങ്ങനെയായിട്ട് പറഞ്ഞിട്ടുള്ള അവരെയും കൂടെ വെച്ചിങ്ങനെ തുഴയുന്നൊരു സീനാണ് എടുക്കുന്നത്. അപ്പം ഞാൻ അമ്മയുടെ കയ്യിൽ കടിച്ചും വലിച്ചുമൊക്കെ നിന്ന് അത് കാണണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു ഞാൻ. അങ്ങനെ നിന്ന് കണ്ടപ്പം മുതൽ അന്ന് തൊട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നും സിനിമ എനിക്കൊരു വലിയൊരു ഇഷ്ടമായി. അങ്ങനെ ഞാനൊരു 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഷൂട്ടിങ്, അതായത് ഒറ്റപ്പാലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഷൂട്ടിങ് നടക്കുന്നത് ആലപ്പുഴയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആലപ്പുഴ, കടപ്പുറം, ആലപ്പുഴ ഒരുപാട് വീടുകൾ സ്ഥിരമായിട്ട് ഷൂട്ടിങ്ങുകൾ നടക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ സീരിയലുകളൊക്കെ തുടങ്ങിയപ്പോൾ സീരിയലുകൾ ഒരു കാലത്ത് ആലപ്പുഴയിൽ തന്നെയെന്ന് കണക്കായിരുന്നു ഷൂട്ടിങ്. ഒരു ലക്കി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോലെയായിരുന്നു സിനിമാക്കാർക്ക്. പിന്നെ ഉദയ സ്റ്റുഡിയോ ആലപ്പുഴ അങ്ങനെ മാറിയത് അതുകൊണ്ടായിരിക്കും ലക്കി ഡെസ്റ്റിനേഷൻ. ഒറ്റപ്പാലവും അങ്ങനെ തന്നെയാണ്. പലരും സിനിമയിൽ പറഞ്ഞു കേൾക്കുന്നത് ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്താലൊരു വിജയമാണെന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. ചില പ്രത്യേക ലൊക്കേഷനുകളൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ വിശ്വാസമാണത്. അന്ന് മുതൽ ഞാൻ 7-8 ക്ലാസ്സുകളിലൊക്കെ വന്നപ്പോൾ തൊട്ട് ഞാൻ ക്ലാസ് കട്ട് ചെയ്യാൻ പഠിച്ചു. എങ്ങനെ വിദഗ്ധമായിട്ട് ക്ലാസ് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ ലൊക്കേഷനുകളൊക്കെ നടന്ന് ഓടി പോകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യവും ഇതും കണ്ട് ലൊക്കേഷനിലെ ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ അവരുടെ വണ്ടിയിൽ കാറയിൽ പിന്നെ യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലൊക്കേഷനുകളിൽ നമ്മുടെ കവിയറിക്കായ പോലെയുള്ളവരുടെയൊക്കെ ലൊക്കേഷനുകളിലും മറ്റുമൊക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇതിന് ചില ബുദ്ധി പറഞ്ഞു കൊടുത്തു തുടങ്ങിയതാണ് എൻ്റെ ലൈഫ്. പക്ഷേ എനിക്ക് നല്ലൊരു വേഷം ഇന്നുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരുപാട് ഈ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിങ് തുടങ്ങുന്ന സമയം വരുമ്പോഴത്തേക്ക് യൂണിയൻ നേതാക്കന്മാരും പാർട്ടികളുടെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിമാർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ, ചിലപ്പോൾ കോൺഗ്രസ്സുകാരും അതിൻ്റെ കൂടെ കൂടും. അവിടെ വന്നിട്ട് ഷൂട്ടിങ് നിർത്തി വെക്കണം, മറ്റേതാണ് മറിച്ചത്, പൈസ മേടിക്കുക, ഇതാണ് ലക്ഷ്യം. അങ്ങനെ ഇതിനെ ഞാൻ വിദഗ്ധമായിട്ട് ജിജിബായി എന്നൊരു പേരുണ്ടാക്കി വളരെ ചെറുപ്പത്തിൽ തന്നെ, ഏതാണ്ട് 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ ഞാൻ അതിവിദഗ്ധമായിട്ട് നേരിടും. അങ്ങനെ ചില തമിഴ് സിനിമകളുടെയും വലിയ പ്രഗത്ഭമായ ചില സിനിമകളുടെയൊക്കെ സൈറ്റുകൾ ഞാൻ കൺട്രോൾ ചെയ്തിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ പേരിനും പ്രശസ്തിക്കും വേണ്ടില്ല, ഇവിടെ ന്യായം നടക്കണം. അനീതി കണ്ടാൽ എനിക്ക് വല്ലാതെ ഒരു ചൊറിച്ചിലാണ്, വല്ലാണ്ട് ചൊറിയും എനിക്ക്. അതേ എല്ലായിടത്തും അങ്ങനെ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും. 2 അടി കൊണ്ടാലും ശരി ഞാൻ വിളിച്ചു പറയും. അത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ചില കഥകൾ, അതായത് സിനിമാ ലോകത്തിലെ തന്നെ ചില വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരുത്തനാണ് ഞാൻ. ചില പെൺകുട്ടികളെയൊക്കെ നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള സൈറൻ നമ്മൾ മുഴക്കിയതിൻ്റെ പേരിൽ വലിയ കേസുകളും കള്ളക്കേസുകളും ഒക്കെ എൻ്റെ പേരിൽ വന്നിട്ടുമുണ്ട്. അവർക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തനിക്ക് എന്താണ് എന്നാണ് പലരും ചോദിക്കുന്നത്. അവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്, പിന്നെ തനിക്ക് എന്താണ് എന്നുള്ളതാണ്. ഒരു ഹോട്ടൽ മുറി, സിനിമ ലൊക്കേഷനിൽ താമസിക്കുന്ന ലൈറ്റ് ബോയ് തൊട്ടുള്ള ഹോട്ടൽ മുറികളുടെ ഉള്ളിൽ താമസിക്കുന്ന എല്ലാ ഹോട്ടലുകളും, സ്റ്റാർ പ്രിൻസ് ഹോട്ടലിലൊക്കെ ചുമ്മാ കയറി പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. സിനിമയുടെ ആരും അവിടെയുള്ള സ്റ്റാഫുകളൊന്നും ഇതാക്കത്തില്ല. അതിനകത്ത് നടന്ന ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തീർക്കാനൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. ജിജിബായിയെ വിളിക്കുക, ജിജിബായി പറയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അടിയൊക്കെ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ പറയും, പോട്ടെ ഇനി ഇവനവിടെ കണ്ടുപോയത് കേറ്റരുതെന്ന് പറഞ്ഞാൽ പിന്നെ പ്രിൻസ് ഹോട്ടലിൽ അവനെ കയറ്റത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ വീട്ടിലുള്ള എൻ്റെ വീട്ടുകാരുടെ എതിർപ്പും എല്ലാം കൂടെ വെച്ചിട്ട് എന്നെ ഒരു കളക്ടറാക്കണമെന്ന് അതൊക്കെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മച്ചിയുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫീൽഡ്, പിന്നെ വീട്ടിലൊരു തരത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, ഏത് സമയവും വഴക്കും തല്ലും ഒക്കെ വന്നു.
ഇപ്പം ഞാൻ നമ്മുടെ കമലഹാസനെ പോലെയുള്ള നടന്മാരുടെയൊക്കെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും വർത്തമാനം പറഞ്ഞ് കറങ്ങി നടക്കുകയൊക്കെ ചെയ്തിരുന്ന സമയങ്ങളുണ്ട്. പുള്ളിയോട് ആലപ്പുഴ ഷൂട്ടിന് വരുമ്പോഴൊക്കെ നമ്മളവിടെ നിറയെ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ ബോട്ടുകാർ, അവിടെ ബോട്ടിലൊക്കെ പോകുന്ന കൈനേരിക്കൊക്കെ ബോട്ടിന് പോകുമ്പോൾ ബോട്ടിലൊക്കെ വരുന്ന അവരൊക്കെ എപ്പോഴും ഇപ്പോൾ ഇനി സിനിമ ലൊക്കേഷനിൽ പരിചയമില്ലെങ്കിൽ പോലും അവിടെ എടുക്കുന്ന വാഹനത്തിലെ ടാക്സിക്കാരൊക്കെ എന്നെ പരിചയമുള്ളവരാണ്. ഞാൻ ഇവരോട് എന്നെ കൊണ്ട് ലൊക്കേഷനിലോട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ കയറ്റിയിട്ട് സിനിമയുടെ ആളുകളെ പലപ്പോഴും കൊണ്ടുപോയിട്ടുള്ളൂ. എനിക്ക് സീറ്റ് തന്നിട്ടേ അവർ കൊണ്ടുപോകത്തുള്ളൂ. പുള്ളിയെ കയറ്റി ജീവായിയെ കയറ്റണം. അപ്പോൾ അങ്ങനെ തന്നെ പല സൈറ്റുകളിലും എന്നെ പരിചയപ്പെട്ടതൊക്കെ ടാക്സി ഡ്രൈവർമാരിലൂടെയൊക്കെ പുതിയ സൈറ്റുകളിലുമൊക്കെ എനിക്ക് വരാൻ പറ്റി. പലപ്പോഴും യൂണിയൻകാരാണ് ആലപ്പുഴ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനുള്ള സ്ഥലത്ത് പിന്നെ ഇവന്മാർ വരാതായി. അപ്പോൾ അങ്ങനെ ഒരു ഗുണ്ടയാണോ ഗുണ്ടയല്ല, എന്നാ ഗുണ്ടയാണെന്ന് പറഞ്ഞ പോലെ ഒരു പേര് കൊണ്ട് നമുക്ക് ഇതൊന്നുമില്ല. എങ്കിലും ഞാനുണ്ടെന്ന് അറിഞ്ഞാൽ പലരും അവിടെ വരാതായി. അങ്ങനെ സാമ്പത്തികമൊക്കെ എനിക്ക് കിട്ടിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. 10, 25 ലക്ഷം 30 ലക്ഷം രൂപയൊക്കെ തമിഴ് സിനിമകളൊക്കെ വരുമ്പം പെട്ടിക്കകത്താക്കി അടുക്കി 100 500 നോട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടിരിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സൈറ്റിലുണ്ടെങ്കിൽ ജീവായി ഉണ്ടല്ലോ പേടിക്കേണ്ട എന്നുള്ളൊരു ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഈ ലൊക്കേഷനുകളിലൊക്കെ ആ കാലഘട്ടം തൊട്ട് ഒരുപാട് പേര് സ്വയം കൊടുക്കാനായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമാക്കാർക്ക് കൊടുക്കുന്ന ചിലർക്കൊരു വീക്ക്നെസ്സാണ്. പെണ്ണുങ്ങൾ എന്നുവെച്ചാൽ ശരീരം കൊടുക്കാൻ, അവരോട് കൂടെ ഇരുന്ന് വെള്ളം അടിക്കാൻ, പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ലാതെയും ഒക്കെ ചിലർ ചാൻസ് കിട്ടിയാൽ മതി. ഒരുപാട് പെൺകുട്ടികളെ ഞാൻ ലൊക്കേഷനിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല സിനിമ, നിങ്ങൾ ഇമ്മ ഒന്ന് കിടന്നു കൊടുക്കും, ഇവർ നാളെ കണ്ട ആരാന്ന് ചോദിക്കും. ഇപ്പോൾ ചെന്നൈയിലൊക്കെ പല ആളുകളും പല പെൺകുട്ടികളും തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജീവായി നമ്മളിന്ന് നമുക്ക് ഒരു താല്പര്യമാണ് ഇങ്ങനെ പോകാൻ, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണ് ജീവായി, പക്ഷേ ഇന്ന് നമ്മൾ കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ നാളെ ചോദിക്കും ആരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ, എപ്പോൾ വന്നു, ആണോ ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന്. പിറ്റേ ദിവസം രാവിലെ പുറത്തെവിടെയെങ്കിലും വെച്ച് വീട്ടിൽ നിന്ന് പോയി അല്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് പോയി പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരാഴ്ച പോലും തികയുന്നില്ല, അല്ല 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ കണ്ടു കഴിയുമ്പോൾ ഇയാൾ എൻ്റെ കൂടെ വന്നെന്നോ, എൻ്റെ കൂടെ അയ്യോ ഞാൻ അറിയത്തില്ലല്ലോ, എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ, ഞാൻ ഉണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കുന്നതാണല്ലോ എന്നൊക്കെ പറയുന്ന ഒരു പുതിയൊരു ട്രെൻഡാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡാണ്. അതായത് 2016 ശേഷം അല്ലെ 15-16 ശേഷം ഇറങ്ങിയൊരു പുതിയ ട്രെൻഡാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം പണ്ട് തൊട്ട് എൻ്റെ കേൾവി വെച്ച കാലം തൊട്ട് തന്നെ പെണ്ണുങ്ങൾ സ്വയം ഈ ഫീൽഡുമായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ കാശുണ്ടാക്കിയത് തന്നെ സിനിമയിൽ നടികളാകാൻ വേണ്ടി വന്നവർ ഉപയോഗിച്ചും വിറ്റും തന്നെയാണ്. അതായത് അവരിൽ പല ആളുകളും ആയിട്ട് ഞാൻ ശത്രുതയിലാകേണ്ട കാര്യവും ഇത് തന്നെയായിരുന്നു. കാരണം ഇങ്ങനെയുള്ള വെച്ചാൽ ദുരുപയോഗിക്കരുത്. ഒരാളുടെ ഇഷ്ടത്തിന് പോയി 18 വയസ്സ് കഴിഞ്ഞ് 2 പേർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്, നമ്മൾ എതിർക്കത്തില്ല. പക്ഷേ ഒരാളെ ചതിക്കുന്നത് കണ്ടാൽ എനിക്ക് ചൊറിയും, ഞാനത് തെറ്റാണ് എന്ന് വിളിച്ചു പറയും. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് എന്നെ ശത്രുത ആക്കുകയും എനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴല്ല, ഈ അടുത്ത കാലത്തല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഏതാണ്ട് 90, 95, 98 കാലഘട്ടങ്ങളിലൊക്കെ വലിയ ശത്രുതയ്ക്കിടയിലൂടെ ഞാൻ തല്ലാൻ വന്ന ഗുണ്ടകളെ എന്നെ ഭസ്മീകരിച്ചെന്ന് പറയുന്ന പോലെ ഞാൻ പോയിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. എന്നെ അറിയാവുന്ന ഒരു ആലപ്പുഴ ചോദിച്ചാൽ അറിയാം, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. എത്ര വലിയ ശത്രുക്കളുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എന്നെ ഓടിച്ചിട്ട് തല്ലാനായിട്ട് പോയ ഒരു ഉരുണ്ട് വീണിട്ട് അവസാനം ഞാൻ തന്നെ ഓട്ടോ പിടിച്ച്, നമുക്ക് പരിചയം ഇഷ്ടം പോലെ ഓട്ടോക്കാരുണ്ട്, 10 പൈസ കൊടുക്കണ്ടടാ ആശുപത്രിയിലേക്ക് കയറ്റാന്ന് പറഞ്ഞ് ഞാൻ തന്നെ കൊണ്ടുവന്ന് അവിടെ ചികിത്സിപ്പിച്ച് നമ്മൾക്ക് പരിചയമുള്ള ഡോക്ടർമാരെയൊക്കെ വിളിച്ച് അവർക്ക് സഹായങ്ങളെ കൊടുത്ത് വളരെ നല്ല ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, എൻ്റെ ജിജിബായി ക്ഷമിക്കണം, ഞങ്ങൾക്ക് ശത്രുതയൊന്നുമില്ല, ഇങ്ങനെ നമുക്കൊരു കൊട്ടേഷൻ തന്നുകൊണ്ടാണ്, നമുക്ക് ശത്രുതയില്ല. ഞാൻ പറഞ്ഞ് എന്നെ തല്ലാനായിട്ട് ഓടിച്ച് വീണ്, കാര്യം ശരിയാ, നമ്മൾ തല്ലിയില്ല, നിനക്ക് ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ദൈവഭാഗത്തു നിന്ന് എനിക്ക് വലിയൊരു അനുഗ്രഹം പലപ്പോഴും ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് കേസുകൾ ഞാൻ പെണ്ണുങ്ങളെ ദുരുപയോഗിച്ച് കൊണ്ടുപോകുന്ന കേസുകളിൽ പലരും ഞാൻ രക്ഷപ്പെടുന്നു. ചിലർക്ക് അറിയത്തില്ല, ഇവൻ്റെ കൂടെ കിടന്നാൽ എനിക്ക് നായികയാകാം, നല്ല വേഷം കിട്ടും, അവന് സിനിമാ ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ തന്നെ ഇതുപോലുള്ള ലൊക്കേഷനുകളിൽ വന്ന് സെപ്പറേറ്റ് മുറിയെടുക്കും, ലൊക്കേഷൻ്റെ മുറിയല്ല. ഇനി ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ അവരുടെ തന്നെ എടുക്കുന്ന സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്ന മുറികളിൽ 1-2 എണ്ണം അവർക്ക് വേണ്ടി അങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ഇവരുടെ കസ്റ്റമേഴ്സിനെ താമസിപ്പിക്കും. ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ടല്ല, 1000-ങ്ങളോ 10,000-ങ്ങളോ മേടിച്ചുകൊണ്ടാണ് ഇവന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. ഡെയിലി ഓരോരുത്തർ വരും. എന്നിട്ട് പറയും, അടുത്ത സിനിമ എടുക്കാൻ പോകുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ ഇന്ന മുറിയിലുണ്ട്, നീ ഒന്ന് ചെല്ലും, ഒന്ന് സംസാരിക്കുമെന്ന് പറയും. അത് പറയുന്നതൊക്കെ ഒന്ന് താല്പര്യപ്പെട്ടാൽ നിന്നെ അവർ സെലക്ട് ചെയ്യും എന്ന് പറയും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് പരിചയമുള്ള
ആലപ്പുഴ മാവേലിക്കര സൈഡിലും എങ്ങാണ്ട് നിന്ന് വന്ന, മാവേലിക്കര പറ്റിയുള്ളൂ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വഴിക്ക് പരിചയമുള്ളൂ, ഞാനവിടെ പോകുമ്പോഴൊക്കെ ഈ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരുത്തനൊരു ഓട്ടോക്കാരൻ അവിടെ കൊണ്ടുവന്നിരിക്കുക, അവനൊരു വലിയ ബ്രോക്കറാണ് പെണ്ണ് കേസിൻ്റെ. അപ്പം ഞാൻ രണ്ടെണ്ണത്തിനെ മുറിയിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പറയുക, നീ എന്നാടാ ഇതിനുമായിട്ട് നിനക്കെന്ത് ബന്ധപ്പെടാന്ന് ചോദിച്ചു. അവസാനം അമ്മമാർ എന്നെ തല്ലാൻ വന്നപ്പോൾ ഞാൻ പുറത്തുനിന്ന് നമ്മുടെ അന്നവിടെ ഉണ്ടായിരുന്ന സെറ്റിനടുത്തുമൊക്കെ ഉണ്ടായിരുന്നവരെ നമ്മുടെ തന്നെ ആളുകളും എല്ലാവരും കൂടെ കൂട്ടി അവിടെ വന്നു കഴിഞ്ഞ് വലിയൊരു വിഷയമാവുന്നുണ്ട് കഴിഞ്ഞപ്പോൾ അവസാനം കുറ്റം സമ്മതിച്ചു. അതിൻ്റെ പേരിൽ എന്നെ പ്രൊഡക്ഷൻ സൈറ്റുകളിലൊക്കെ ഏറ്റെടുത്ത് ജീവായിയൊക്കെ ഏറ്റെടുത്തുന്ന അലിഖിത നിയമം ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ടാക്കിയെങ്കിലും അത് വിജയിക്കാതെ പോയിട്ടുണ്ട്. പിന്നെ ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ കീഴിൽ വന്ന് കൂട്ടിക്കൊടുപ്പ് നടത്തി അല്ലെങ്കിൽ കൂടെ കിടന്നൊക്കെ ചാൻസുകളൊക്കെ കിട്ടിയതിന് ശേഷം എവളുമാർ ഡയറക്റ്റ് ലിങ്ക് നടന്മാരും ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ചില നടന്മാർ തന്നെ ചില പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ലിങ്ക് വലിച്ചിട്ടൊന്നും നടക്കാത്ത കേസുകളിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞാൽ അവളുമാർ റെഡിയാണ്, അല്ലെ ഇവരുടെ ഏജൻ്റ് ഉണ്ട്, ബ്രോക്കറുണ്ട്. വലിയ പതിവ്രത കളിക്കുന്ന നല്ല നടിമാർ, അതായത് അന്നത്തെ കാലത്തൊക്കെ ലക്ഷങ്ങൾ മേടിക്കുന്ന നടിമാർ കൂട്ടക്കിടന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രൊഡക്ഷൻ കൺട്രോളറോ അവരുടെ ഏജൻറ്റോ പറയണം, അവരുടെ ബ്രോക്കറോ അല്ലെങ്കിൽ അവർ ആരുടെ കീഴിലാണോ ഹുക്കപ്പ് ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞാൽ ഇവളുമാരെ കിട്ടും. അല്ലാതെ ഏത് വലിയ നടനോ ആര് കൈയിട്ടെന്ന് പറഞ്ഞാലും കാലിട്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ചൂണ്ടയിട്ടെന്ന് പറഞ്ഞാലും കിട്ടുകയില്ല. ഇപ്പം നമ്മുടെ ശാന്തിവിള ദിനേശിയെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് കൊടുത്ത ചർച്ചയിൽ പറയുന്നുണ്ട്, കന്യാകുമാരിയിൽ ഒരു KTDC ഉണ്ടെന്ന്. KTDC ഒക്കെ വരുന്നത് ഏതാണ്ട് 95-ലോ 96-ലോ എങ്ങാണ്ടൊക്കെയാണ് ഇതുപോലെ KTDCയുടെ മന്ദിരങ്ങൾ എല്ലായിടത്തും വ്യാപകമായിട്ട് മോട്ടലാരാമെന്നൊക്കെ പറഞ്ഞൊക്കെ തുടങ്ങുന്നത്. അപ്പം അതുപോലൊരു KTDCയിൽ കന്യാകുമാരിയിൽ ഇങ്ങനെ പെണ്ണ് കിട്ടുന്ന വിഷയം അത് ഞാനും ഒക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കന്യാകുമാരിയിലൊക്കെ പോകുമ്പം ഇതിനെക്കുറിച്ച് അവിടെ നിൽക്കുന്ന നടിമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, സീരിയൽ നടിമാരെ പൊക്കിയ കേസുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ വലിയ പതിവ്രതകൾ ആരും ചമ്മയരുത്. പീഡിപ്പിക്കുന്നുണ്ടോ ആ സമയത്ത് പ്രതികരിച്ച് പറയാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? അപ്പം മറ്റു പലർക്ക് കൊടുക്കുന്നു, ചിലർക്ക് കൊടുക്കാതിരിക്കുന്നു. അപ്പം കിട്ടാതെ വരുന്നവന്നെ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത് വലിച്ചെറിയാനും അതിനെ തകർക്കാനും ഒക്കെ ശ്രമിക്കും. നീ അവന് കൊടുക്കാമെങ്കിൽ പിന്നെ എനിക്ക് തന്നാൽ എന്താ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത 1-2 പ്രഗത്ഭ നടന്മാർ, വലിയ അവാർഡുകളൊക്കെ മേടിച്ചിട്ടുള്ള നടന്മാരെ എറണാകുളത്തുള്ള സ്ഥലം ഞാൻ വിളിച്ച് എനിക്കൊരു വിവരം പറയാനല്ല, എനിക്ക് വേറെ ഇവന്മാരുടെ ഔദാര്യത്തിനോ അല്ല ഒന്നും അല്ല, അവന് ദോഷം വരുന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പക്ഷെ എൻ്റെ ഫോൺ കാണുമ്പോൾ എടുക്കത്തില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ എറണാകുളത്തുള്ളൊരു ഒരു കാൾ ഗേൾ എന്ന് പറയുന്ന വില വേശ്യ എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ ലൈംഗിക തൊഴിലാളിയായിട്ടുള്ളൊരു പെണ്ണിനോട് ഞാൻ പറഞ്ഞടി, നീ ഇന്ന നടൻ്റെ നമ്പർ ഉണ്ടടാ എൻ്റെ കയ്യിലുണ്ടടാ എന്ന് പറഞ്ഞു. ഞാൻ പറയടി വിളിക്കടി ഞാനെന്ന് പറഞ്ഞു. വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്ക് സത്യാവസ്ഥ മനസ്സിലായി. അങ്ങനെ വലിയൊരു ചതിയിൽ നിന്ന് രക്ഷപ്പെട്ട നടന്മാരുണ്ട് ഇവിടെ. പക്ഷേ ജീവായി വിളിച്ചപ്പം ഫോൺ എടുത്തിരുന്നെങ്കിൽ ഈ നാറിയ കളി എനിക്ക് കളിക്കേണ്ട കാര്യമില്ല. കാശിന് വേണ്ടിയും കാശിനല്ലാതെയും ചുമ്മാ നേരം പോക്കിന് വേണ്ടിയും സിനിമാ താരങ്ങളോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയൊക്കെ ഇവരെ ചുറ്റിപ്പറ്റി ഇവരുടെ കൂടെ കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് സ്ത്രീ സമൂഹം ഇവിടെയുണ്ട്. ഇനി ആർക്കെങ്കിലും താല്പര്യമില്ല, ഇപ്പോൾ അമേരിക്കയിൽ പോലും നമുക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് എനിക്ക് നിങ്ങളോട് അമേരിക്കയിലൊക്കെ പലരും പോകുന്നതിൻ്റെ കാരണം അതാണ്, ഫ്രീ സെക്സ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും വിദേശത്ത് പഠിക്കാൻ പോകുന്നത് ഇവിടെ സാഹചര്യങ്ങളോ ഇതോ ഉണ്ടാകാഞ്ഞിട്ടല്ല. ഈ പൈസ മുടക്കി ഇവിടെയും പല കോഴ്സുകളും എടുത്ത് ഇതിൽ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. പക്ഷേ അവിടെ പോയി കുത്തിമറിയാൻ പറ്റും. കാനഡയിൽ നിന്നും മറ്റുമൊക്കെ എനിക്ക് ഒരുപാട് പേര് വീഡിയോ എടുത്തു തന്നിട്ടുണ്ട്. ഓരോ ആളുമാർ അവിടെ ചെന്ന് കാണിക്കുന്നതും നാട്ടിൽ ഉള്ള പെണ്ണുങ്ങൾക്ക് അവിടെ വേറെ ഇവിടെ കെട്ടിയവരും പെടുമ്പോൾ ഇവിടെ ഭർത്താവും മക്കളും ഉള്ളവർ അവിടെ ചെന്ന് വേറെ കെട്ടി അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയും പെർമനൻറ്റ് ഇതൊക്കെ കിട്ടാൻ വേണ്ടി സിറ്റിസൺഷിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി അവിടുത്തെ സിറ്റിസണിനെ ഏതെങ്കിലും വെച്ച് മിക്കവരും ശ്രീലങ്കക്കാർ തമിഴന്മാരെയൊക്കെ കെട്ടി അല്ലെങ്കിൽ ഈ വെളിനാട്ടിൽ നിന്ന് വരുന്ന മറ്റ് ചില ജാതികൾ ആഫ്രിക്കക്കാരെ വരെ കെട്ടി ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനും ഏതിനും എവിടെയും കുനിഞ്ഞു നിൽക്കുമെന്ന് പറയുന്ന കുറേ പെണ്ണുങ്ങൾ പിന്നീട് അയ്യോ എന്നെ പീഡിപ്പിച്ചേ എന്നെ നോക്കിക്കേ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതോ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ എന്താ പറയുന്നത് വിജയരാഘവൻ ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, വിജയരാഘവൻ്റെ മകൻ ഒരു പിന്നെ നമ്മുടെ ടെസ്നിഖാൻ ഏതാണ്ട് ഒരു മോശപ്പെട്ട ഒരു വേശ്യസ്ത്രീയുടെ ഒരു റോൾ ചെയ്യുന്നൊരു ഇതുണ്ട്. ഞാൻ ടെസ്നിഖാനെ മോശമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ ആ കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരൊക്കെ എനിക്ക് റെസ്പെക്റ്റുള്ള ഞാൻ മാനിക്കുന്ന നടിമാരാണ് അവർ. അപ്പോൾ അതിനകത്ത് അവരുടെ കഥാപാത്രം പറയുന്നൊരിതുണ്ട്, അവരെ രണ്ടുപേരും കൂടെ മുറിയിൽ നിന്ന് പിടിച്ച് അവസാനം ഇവൻ പുറത്തു നിന്ന് പറയും ഞാൻ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിക്കാനാണ് തീരുമാനിക്കുന്നത്
ഇവരുടെ കല്യാണം ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, ഇവളെ ഞാൻ എൻ്റെ മകളായിട്ട് സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിങ്ങനെ വിജയരാഘവൻ്റെ മകൻ എനിക്ക് സംയുക്തനാണ് രണ്ടാമത്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ആ പുറത്തോട്ടിറങ്ങാൻ നേരത്ത് രശ്മികാൻ്റെ കഥാപാത്രം, രശ്മികാനല്ല, ഞാൻ ആ നടിയെ മോശമായിട്ട് പറയുന്നില്ല, കഥാപാത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രം അതിനകത്ത് ഇറങ്ങിയിട്ട് എന്നെ മുട്ടരുത്, എന്നെ മുട്ടിയോ, എന്നെ മുട്ടല്, അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഇത് പറയുന്നുണ്ട്. ഇത് ഒരുപാടത്ത് ഞാൻ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്ത്രീകൾ സംസാരിക്കുന്നത്, വളരെ കൂട്ടിക്കൊടുപ്പമായിട്ട് പോകുന്നു. അപ്പം പല പെൺകുട്ടികളെയും രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അടി എന്നെ സെറ്റിലിട്ട് തല്ലിയിട്ടുണ്ട് എന്നെ ചില ഗുണ്ടകൾ. ഇപ്പം ചില ബൗൺസർമാരെന്നൊക്കെ പറഞ്ഞ് ജിമ്മന്മാരൊക്കെ വന്നിങ്ങനെ നടന്മാരെയും നടിമാരെയൊക്കെ സംരക്ഷിക്കാനെന്നുള്ള വ്യാജേന നിർത്തും. വെച്ചാൽ പൊതുജനം അവരുടെ ഫാൻസുകളൊക്കെ വരുമ്പം അവരുടെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷിക്കാനെന്നുള്ള, ശരിക്കും പറഞ്ഞാൽ അതിനല്ല ഇപ്പം നിർത്തിയേക്കുന്നത്. എന്നെയൊക്കെ പോലെയുള്ള അല്ല ശാന്തിവിള ദിനേശിനെ പോലെയൊക്കെ സത്യം വിളിച്ച് പറയുന്നവർ ഈ ഫീൽഡിൽ അകത്ത് നുഴഞ്ഞു കയറി ഇത് എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ തല്ലാൻ വേണ്ടിയിട്ടാണ് ഇവരെ നിർത്തിയിരിക്കുന്നത്. 90% അങ്ങനെയാണ്, അല്ലാതെ കൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ചില ഗുണ്ടകളെയൊക്കെ ചില പേരിലുകളിൽ ഉടുപ്പൊക്കെ ഇടിയിച്ച് ഇങ്ങനെ നിർത്തുന്നത് അകത്ത് നടക്കുന്ന വൃത്തികേടുകൾ പുറത്തറിയാതിരിക്കാനും അതിനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു അമ്പലപ്പുഴയിലൊരു സൈറ്റിൽ ഇതുപോലെ തന്നെ ഒരു പെങ്കൊച്ചിനെയും കൊണ്ട്, ഒരു വളരെ ചെറിയൊരു പെങ്കൊച്ചിനെയും കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിനൊരു സ്വന്തം തള്ളയാണ്, മോളെയോ അല്ലെ എന്നെയോ എന്തിനും ചെയ്തോ എന്നും പറഞ്ഞ് ഞാൻ തന്നെയാണ് ആ തള്ളക്കിട്ട് അടി കൊടുത്തത്. പക്ഷേ നമുക്കും വികാരമുണ്ട്, നമുക്കും എന്ത് ഇതുപോലെയൊക്കെയുള്ള സെറ്റപ്പുകൾ എല്ലാവരുടെയും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകാം. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തിബന്ധങ്ങൾ, ചില ആസ്വദിക്കുന്ന ചില സുഖങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കുമുണ്ട് വീക്ക്നെസ്സുകൾ. പക്ഷേ താല്പര്യമില്ലാത്ത ഒരാളുടെ അടുക്കൽ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ സിനിമയെന്ന് പറയുന്ന ഈ മായിക ലോകത്ത് ചതിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം. താല്പര്യമുള്ളവർ എവിടെയും ചെയ്തോട്ടെ, നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ പ്രായപൂർത്തിയാകാത്തവർ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് വേറൊന്നല്ല, ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് ഒരാൾ കിടന്നു കൊടുക്കാൻ ഒരു പെണ്ണ് തയ്യാറായാൽ നമുക്കാർക്കും തടയാൻ പറ്റത്തില്ല. തടയാൻ പറ്റുന്ന 2 കാര്യങ്ങളെ, ഒന്ന് പ്രായപൂർത്തിയാകരുത്. പ്രായപൂർത്തിയാകാത്ത കേസുകൾ വന്നാൽ ഞാനപ്പോൾ തന്നെ അത് പ്രതികരിക്കും. 2 ചാൻസ് കൊടുക്കാതെ പിന്നീട് അവരെ പറ്റിച്ചാൽ ഞാൻ കാണുമ്പോൾ ചോദിക്കും, താനെന്നാ പെണ്ണിൻ്റെ കൂടെ കിടന്നിട്ട് അവൾക്ക് താൻ ചാൻസ് കൊടുക്കാതിരുന്ന മോശമാടും എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഒരുപാട് ഡയറക്ടർമാരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഈ സിദ്ദിഖൊക്കെ ഒരു കാലത്ത് ആലപ്പുഴയിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അന്ന് ഇവർ ഇത്രയും വലിയ സ്റ്റാറുകളോ ഇത്രയും സമ്പന്നരോ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇവരൊക്കെ വരുമ്പോൾ ഇവരുമൊക്കെ ആയിട്ടിരുന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും കടല കുറിക്കുകയൊക്കെ ഇരുന്ന് ഒരുപാട് ചരിത്രങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല സൈറ്റുകളിലും. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ തിരുവഞ്ചേട്ടനൊക്കെയുള്ള സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് തന്നെ ഒരുപാട് ചരിത്രങ്ങളും കഥകളും പറയുന്നതുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് പൃഥ്വിരാജിനോട് പറയുന്ന കേട്ട് സ്ത്രീകൾ ഈ അമ്മയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞ് ഇതൊക്കെ തടയാൻ പറ്റുമെന്ന്. കൂട്ടിക്കൊടുപ്പുകാരായിട്ടുള്ള ഒരുത്തിയാണ് ഇവിടെ വരുന്നതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. മോറൽ ഇല്ലാത്ത ഒരാളാണ് അവിടെ, അതാണായാലും പെണ്ണായാലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഫീൽഡിൽ ഇതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. പുറത്ത് വലിയ പതിവ്രത കാണിക്കുന്ന നടിമാർ നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറയുന്ന പല നടിമാരും അവരുടെ ഏജൻറ്റിനോട് പോയി ചോദിച്ചേ, ഇവള് ജീവനും കൊണ്ട് ഓടി അവിടെ വരും അവൻ പറയുന്നിടത്ത്, എന്നിട്ട് ആർക്ക് വേണേലും ഏത് ബംഗാളിക്ക് വേണേലും കിടന്നു കൊടുക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആരെയും വ്യക്തിപരമായി ഞാൻ ഹരാസ് ചെയ്യുകയോ മോശപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഈ ഫീൽഡിലുള്ളതാണ്. അതിനെ പരസ്യമായ രഹസ്യമെന്നോ ഒക്കെ പറയുന്നത് പോലെ ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പല നടിമാർ. ഞാൻ ആഫ്രിക്കയ്ക്ക് പോകുന്ന സമയത്ത് പല നടിമാരുൾപ്പെടെയുള്ള റാക്കറ്റ് ഇവിടെ വെച്ചാൽ മാസം 8 ലക്ഷം 10 ലക്ഷം 16 ലക്ഷം വരെയൊക്കെ ഉണ്ടാക്കിയിരുന്നവർ ബാങ്ക് അക്കൗണ്ടുകളിൽ പൈസ വീണതിന് തെളിവുള്ള ഒരു വൻ റാക്കറ്റിനെ പിടിച്ച് ഞാൻ ഇവിടുന്ന് ആഫ്രിക്കയ്ക്ക് പോകുന്ന സമയത്താണ്. ആഫ്രിക്കയല്ല, ഞാൻ 2009 ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കാൻ കാര്യമാണ്. ഗൾഫിലേക്ക് പോകുന്ന സമയത്താണ്, ജോലി കിട്ടി പോകുന്നൊരു സമയത്താണ്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പാണ് ഈ വാർത്ത അറിയുന്നത്. പക്ഷേ ആ കേസ് എങ്ങും എത്തിച്ചേർന്നില്ല, ആരെയും ശിക്ഷിച്ചില്ല. കുറേ ആളുകൾ, കുറേ നിരപരാധികളായ പൈസ കൊടുത്ത് കൂടെ കിടക്കാൻ പോയ കുറേ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലൊക്കെ ഉള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ, ബിസിനസ്സുകാരല്ലാത്ത വിദേശികൾക്ക് ജോലി ചെയ്യുന്നവരുടെയൊക്കെ കയ്യിൽ നിന്നും കുറേ പേര് ഇവരുടെ ഫോണിലുള്ള കോൺടാക്റ്റുകളും മറ്റും നോക്കി പോലീസുകാരുൾപ്പെടെ കാശ് മേടിക്കാൻ മാത്രമേ അത് ഇടയായുള്ളൂ. നമുക്ക് താല്പര്യമുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല, ആർക്കും എവിടെയും ചെയ്യാം. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എല്ലാ മേഖലകളിലും, ഭക്തി മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഞാനിത് കാണുന്നുണ്ട്. അപ്പോൾ അതിനാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. 2 പേരുടെ താല്പര്യമാണ്, എല്ലാവർക്കും ഉണ്ട്. നമ്മളാരും ഇത് കോട്ടയം കോഴിച്ചൻ്റെ ഒന്നും മേടിക്കുന്നതല്ല. പക്ഷേ ഒരു പെണ്ണിനെ എവിടെയെങ്കിലും പർപ്പസ്ഫുള്ളി ചതിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ അത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ബ്രോക്കർമാരാണെങ്കിൽ പോലും പ്രതികരിക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
താല്പര്യമുള്ളവരിപ്പം സ്വന്തം ശരീരം വിറ്റ് ജീവിക്കണം. ചിലർക്ക് അടങ്ങാത്ത കഴപ്പെന്നൊക്കെ പറയുന്ന പോലെ പെണ്ണുങ്ങൾക്കുണ്ട്, ആണുങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് പോയി ഇത് ആണുങ്ങളെ തപ്പി ഇപ്പോഴാണ് പെണ്ണുങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ എറണാകുളത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് ആണുങ്ങളെ വിലക്കെടുക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്നാണ്. പക്ഷേ പണ്ട് കാലത്ത് ഇങ്ങനെയില്ല. അപ്പോൾ കാശിന് കൊടുത്താലേ ഞാൻ തരത്തുള്ളൂ, നിനക്ക് കഴപ്പുണ്ടെങ്കിലും ഒക്കെ എന്ന് പറയുന്ന പെണ്ണുങ്ങളുടെ കാശ് കൊടുത്ത് പോകുന്നവരുണ്ട്. നമുക്കാരെയും ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം പ്രകൃതിയുടെ വിളിയാണ് ഇതൊക്കെ, അല്ലേ? അവൻ വേറൊരിടത്ത് പോയി ചെറ്റ വെക്കാൻ പോകുന്നില്ല. ഞാൻ പണ്ട് കമലഹാസൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയാലും ഞാൻ കാമാത്തിപുരം സന്ദർശിക്കും, കാരണം അവിടെയുള്ള സ്ത്രീകളോട് എനിക്ക് ബഹുമാനമാണ്. ബോംബെ പോലുള്ള വലിയൊരു പട്ടണം, ലൈംഗിക അരാജകത്വം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്നും നടുറോഡിൽ കൂടെ പാതിരായിക്ക് അവിടെ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നത് കാമാത്തിപുരയിൽ അത്തരം കുറേ സ്ത്രീകൾ സ്വയം ബലിയാടായതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് ഈ രാഖി കെട്ടുന്ന സമയത്തൊക്കെ എന്നോട് നേരിട്ടും അദ്ദേഹം ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഇന്ന് ചിലപ്പോൾ അയാളൊന്നും എന്നെ ഓർക്കത്തില്ലായിരിക്കും, എനിക്ക് അതൊന്നും വിഷയമല്ല. പക്ഷേ ഞാൻ കള്ളം പറയത്തില്ല, എന്നെ അറിയാവുന്നവർക്കറിയാം, ഉള്ളതുപോലെ ഞാൻ പറയും. ഇന്ന് പെണ്ണുങ്ങൾ കുറേ പേര് അമ്മയുടെ തലപ്പത്തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് പറയുന്നത് ഒരു തരം വിഡ്ഢിത്തമാണ്, പൊട്ടത്തരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നവളൊരു കൂട്ടിക്കൊടുപ്പുകാരിയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടത് ഒരു ചാൻസിന് വേണ്ടിയിട്ട് ആരെയും ഇമ്മോറലായിട്ട് സമീപിക്കരുത്. സിനിമയിൽ ചില ആളുകൾ, എനിക്കറിയാവുന്ന ചില ആളുകൾ തന്നെ നമ്മുടെ കെ ഹരിദാസിൻ്റെയൊക്കെ സൈറ്റിൽ ഒരു സൈറ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ല, എങ്കിലും സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെറിയ സഹായിയൊക്കെ ആയിട്ട് പോയതിൻ്റെ ബലത്തിൽ പല പെണ്ണുങ്ങളുടെയും നിന്നും ആണുങ്ങളുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഫോട്ടോയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഈ കെ ഹരിദാസ് സാറിൻ്റെ അടുക്കലൊക്കെ ഇങ്ങനെ, സാറേ ഇവർക്ക് അഭിനയിക്കണമെന്നുണ്ട്, അടുത്ത പടത്തിലേക്കൊന്ന് പരിഗണിക്കണം, 5000 10,000 ഒക്കെ മേടിച്ചിട്ടാണ്. ചെറിയ വേഷങ്ങളൊക്കെ കൊടുക്കുന്നവരെയും 50,000 വരെയൊക്കെ മേടിച്ചവരുടെ ഒക്കെ എനിക്കറിയാം. പിന്നീടൊന്നും അവരും ആരും ശോഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുറേ ആളുകളെയൊക്കെ ഞാനും പിള്ളേരും കൂടെ തല്ലിയിട്ടുമുണ്ട്. കേസൊന്നുമില്ല. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊടുത്തു, ഒരു പ്രശ്നമില്ല, പൈസ ഉൾപ്പെടെ നിന്നെ അകത്തിടുന്ന വകുപ്പ് ഞാൻ വക്കീലന്മാരെ കൊണ്ട് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞാൽ അവൻ അകത്താവും, ശരിയാണ്, കാരണം അവൻ ചെറ്റത്തരമാണ് കാണിച്ചിരിക്കുന്നത്, കൈകൊണ്ടേ തല്ലിയിട്ടുള്ളൂ. അപ്പോൾ എവിടെ സ്ത്രീ ചതിക്കപ്പെടുന്നോ അവിടെ നമ്മൾ ഇതാക്കണം. അല്ലാതെ കൂടെ കിടന്ന് ഞാൻ സ്വമനസാലയെ പോയി കൂടെ കിടക്കുന്നു. ഈ സിദ്ദീഖിൻ്റെയൊക്കെ അടുക്ക് ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് കിടന്നിട്ടുണ്ട്. അത് സ്വമനസാലയാണ്, സിദ്ദീഖാരെയും ട്രാപ്പ് ചെയ്തിട്ടൊന്നും ഇട്ടുമില്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞേച്ച് വിളിച്ച് പറയും, അണ്ണാ അല്ലെ സാറേ, അല്ലെ ചേട്ടാ, എനിക്ക് അടുത്ത സിനിമയിലൊരു ചാൻസ് തരണം. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിൽ കൂടെ കിടന്ന് ചാൻസ് ഉണ്ടാക്കുന്നവർക്ക് ഒരിക്കലും ഒരു സിനിമയിൽ ചാൻസ് കിട്ടത്തില്ല. അത് ബ്ലൂ ഫിലിം പോലെ വല്ലവരും ഇവരൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയി കൂടെ കിടക്കുന്നിട്ട് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ചാൻസ് കിട്ടും. ബ്ലൂ ഫിലിമാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ, ഒരു ഇപ്പോൾ സിദ്ദിഖോ അല്ലെങ്കിൽ ആരെങ്കിലും, പേര് പറഞ്ഞേ ഉള്ളവരാരും അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു. ഒരാളിപ്പം ഒരു ബ്ലൂ ഫിലിം പിടിക്കാൻ പോവുക, കൂടെ കിടന്നിട്ട് എക്സ്പീരിയൻസ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് എങ്ങനെ അഭിനയിക്കാൻ പറ്റും? കാരണം അതിനകത്ത് പ്രത്യേകിച്ചൊരു ഫേസോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറെ അവതരിപ്പിക്കാനുള്ളൊരു ടാലൻറ്റോ ഒന്നും ആവശ്യമില്ല. കുനിഞ്ഞു നിൽക്കാനുള്ള അത്യാവശ്യം 2-3 പോസുകൾ നിൽക്കാനുള്ളൊരു ഇത് മാത്രം മതി നമുക്ക് അതിനകത്ത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ആ ഡയറക്ടർക്ക് ആ സിനിമയിലെ ഒരു കഥാപാത്രമാകാൻ താല്പര്യമുള്ള ഒരാൾ, അയാളുടെ മാനറിസങ്ങൾ അതിഷ്ടപ്പെട്ട് അതിനെ അംഗീകരിക്കുമ്പോഴാണ്, അത് എനിക്ക് ആ വ്യക്തി തന്നെ വേണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് അയാളെ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു രാത്രി ഒന്നും കൂടെ കിടന്നെന്നും പറഞ്ഞ് ആരെയും നമുക്ക് സിനിമയിൽ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ കൂടെ കിടക്കാൻ പോകുന്ന പല ആളുകൾക്ക് അഭിനയം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ABCD പോലും അറിയാത്തവരാണ്. മനസ്സിലാകുന്നുണ്ട്? ഒരുപാട് പേര് ഇങ്ങനെ പോയി കിടന്നു കൊടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം, മക്കളെയും തള്ളമാരെയും. എന്ത് വേണ്ട, ഇപ്പം കാശ് ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്നിട്ട് പിന്നീട് കാശില്ലാഞ്ഞ ഇതിൽ, ഞാൻ എറണാകുളത്ത് യൂബർ ഓടിക്കുന്ന സമയത്ത് വലിയൊരു നടിയാണ്, അമ്മയുൾപ്പെടെ കൊണ്ടുവന്ന് കൂട്ടി കൊടുക്കുന്ന വീടുകൾ എൻ്റെ കാറിലാണ് വന്നത്. എൻ്റെ കാറ് വിളിച്ച് യൂബർ ബുക്ക് ചെയ്തു. ഞാൻ യൂബർ ഡ്രൈവറായിട്ട് ഞാൻ യൂബറിൻ്റെ ഒരു സർവേയിൽ അവിടെ കയറിയതാണ്. അപ്പോൾ യൂബറിനെ അവിടെ കൊണ്ടുവന്ന് ഒരു വലിയൊരു സമ്പന്നൻ്റെ വീട്ടിൽ വിട്ടിട്ട് രണ്ടാമത് ഞാൻ അവരെ എടുക്കാൻ നേരത്തും ഞാൻ അവിടെ അടുത്ത് തന്നെ ഞാൻ കിടന്നു. ഇത് ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഞാൻ തൊട്ടടുത്ത് തന്നെ ഞാൻ വെയിറ്റിങ്ങിൽ നിന്നിട്ടൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറായപ്പോൾ ഞാൻ വീണ്ടും യൂബറിൽ ഞാൻ അത് ആക്റ്റീവാക്കി, സോഫ്റ്റ്വെയർ ഓണാക്കി. അപ്പോൾ ഇവരുടെ തന്നെ മണിയടി എനിക്ക് കിട്ടി. ഞാൻ തന്നെ അവിടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കറങ്ങി വന്നപ്പം വീണ്ടും എനിക്ക് ഇവിടെ ഒരാളെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയാന്ന് പറഞ്ഞു. ഈ തള്ളേനെയും മോളെയും കൂടെ ഞാൻ കയറ്റി. അപ്പോൾ അവിടുത്തെ ഒരു ഏജൻറ്റ് അതിൻ്റെ വാതിൽക്ക് എന്ന് പറയുന്നുണ്ട്, എപ്പോൾ വിളിച്ചാലും വരാമല്ലോ, പൈസ ഇത് മതിയോ, കൂടുതൽ വേണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുക.
എന്നിട്ട് അകത്ത് കയറി വെച്ച് ഞങ്ങളുടെ കസിനാണത്, എൻ്റെ കസിൻ്റെ വീടാ, ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരും എന്ന് അകത്ത് തള്ളയും മോളും കൂടി ഇരുന്ന് പറയുക. മോളെ കൊടുക്കാൻ വേണ്ടി തള്ള ഉൾപ്പെടെ വന്നതാണ്. വലിയൊരു സിനിമ നടിയായിരുന്നു ഒരു കാലത്ത് ഈ മോള്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഇത് പറയുന്നതിന്. ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെയാണ് ഊഹിച്ചത് എന്നും പറഞ്ഞ് ആരും ഇനി വരേണ്ട കാര്യമില്ല. എന്നെ സ്വയം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് എനിക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിന് യാതൊരു അർത്ഥവുമില്ല. എന്നിട്ട് എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നതിലും അർത്ഥമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൂടെ കിടന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല. കൂടെ കിടക്കുമ്പോഴുള്ള സുഖമോ അല്ലെങ്കിൽ പൈസയോ വെള്ളവടിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നടക്കത്തുള്ളൂ. എനിക്ക് ടാലൻ്റ് ഉണ്ട് എന്ന് ഒരു സംവിധായകനെയോ ഒരു നിർമ്മാതാവിനെയോ ഒരു നടനെയോ നമ്മൾ കൺവിൻസ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ടാലൻറ്റിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കും. കാരണം നിങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പകരം വേറൊരാളില്ല അല്ലേ? പ്രണയത്തിൽ അങ്ങനെയാണ്. നിനക്ക് പകരം മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴാണ് അത് ഗാഠമായ ഒരു പ്രണയമാകുന്നത്. മറ്റൊരാളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അവിടെ. ആ ഒരു സ്ഥാനത്ത് ആ ഒരു ഇഷ്ടത്തിന് പകരം വേറൊരാളോട് തോന്നുന്നില്ല. അതുപോലെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് ചെറിയ ചെറിയ റീൽസുകൾ നമുക്കിടാം. അങ്ങനെ റീൽസുകൾ ഇട്ട് നമുക്ക് നമ്മുടെ ടാലൻറ്റുകൾ തെളിയിക്കാം. അപ്പോൾ ഒരു സംവിധാനം അത് കാണുമ്പോൾ അങ്ങനെ സെലക്ട് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇന്ന്. കോമഡി ഷോകളിൽ വന്നിട്ട്, ചാനലിൽ അവതരണങ്ങളിൽ വന്നിട്ട് തൻ്റെ കഴിവ് തെളിയിച്ച് അത് ഈ കഥാപാത്രത്തിന് അവർ മതി എന്ന് തീരുമാനിച്ച് ഒരുപാട് പേര് പുറകെ നടന്ന് പറഞ്ഞ പൈസയും കൊടുത്ത് കൊണ്ടുപോയി അഭിനയിപ്പിച്ചിട്ടുണ്ട്. കൂടെക്കിടത്തിയെന്നല്ല ഞാൻ പറഞ്ഞു, അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടെ കിടന്നിട്ട് പല പ്രാവശ്യം കൂടെ കിടന്നു എന്നിട്ട് എനിക്ക് ചാൻസ് തന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പറ്റിയൊരു കഥാപാത്രം വരാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് പറ്റിയൊരു കഥാപാത്രം വരാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ അവർ റെക്കമെൻഡ് ചെയ്തിട്ട് ആ സംവിധായകനോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കോ അത് പൊരുത്തപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ പർപ്പസ്ഫുള്ളി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്കറിയാവുന്ന ഒരുപാട് പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ അവർ തരത്തില്ല. ഞാൻ പറഞ്ഞു വേണ്ട, അടുത്ത ആളെ നോക്ക്, അവരുടെ പടത്തിൽ തന്നെ അഭിനയിക്കണമെന്ന് ഇതെന്താണ് നിനക്ക്? അല്ല, അവരുടെ നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാനൊരിക്കലും പറയത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പതിവ്രതയാണെന്ന് വിളിച്ച് പറയരുത്. സിദ്ദിഖിനെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ മുകേഷിനെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നടക്കുന്ന പെണ്ണുങ്ങളുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം. ഒരുപാട് പെണ്ണുങ്ങൾ തിരുവനന്തപുരത്തും അവിടുന്നും ഇവിടുന്നും വിദേശത്ത് തന്നെ ഷോകൾ വെക്കുമ്പം എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരണേ, എൻ്റെ വീട്ടിൽ താമസിക്കാമേ എന്നും പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. മുകേഷിനെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലാലേട്ടനെ ഇഷ്ടം ഒന്ന് കാറെ കയറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് കൂടെ കിടക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. ഇവരുടെ കൂടെ കിടക്കാൻ തന്നെ താല്പര്യപ്പെടും, ഇവരോട് ഇഷ്ടമുള്ള ആണുങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എനിക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റി ഇതൊക്കെ ഒരുതരം പകപോക്കലാണ്. ഒന്നെങ്കിൽ സിദ്ദിഖ് എൻ്റെ ഇപ്പോൾ കൂടെ കിടക്കുന്നു അല്ലെ ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു തെറ്റാണ്. ഞാനൊരു വിശ്വാസിയാണ്, ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് അത് തെറ്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലെ പോയി ശരീരം പങ്കിട്ട് ഒരുമിച്ച് ഒരു രാത്രി കഴിഞ്ഞ് വെച്ച് പിന്നെ എനിക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് പരാതി പറയരുത്, പകരം വീട്ടാനായിട്ട് പറയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അതിന് സമ്മതിക്കരുത്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൂടെ കിടക്കാൻ വിളിക്കുന്നവൻ കൂടെ കിടപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അവൻ്റെ ശാരീരിക ആവശ്യം നിറവേറ്റാനാണ്. ഒരിക്കലും നിങ്ങൾക്ക് ചാൻസ് തരാനോ നിങ്ങളെ രക്ഷപ്പെടുത്താനോ അല്ല. ഒരു യഥാർത്ഥ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരൻ, അതൊരു സംവിധായകനോ സ്ക്രിപ്റ്റ് റൈറ്ററോ ക്യാമറാമാനോ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ സെലക്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റ് കണ്ടിട്ടായിരിക്കും. അവരൊരിക്കലും എനിക്ക് ആ പേരിൽ എൻ്റെ കൂടെ കിടക്കണം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയത്തില്ല. അങ്ങനെ ഒരുപാട് സംവിധായകരെ എനിക്കറിയാം, അവരൊരിക്കലും അത് ആവശ്യപ്പെടത്തില്ല. അങ്ങനെ കിടക്കാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടത്തുമില്ല. പിന്നെ എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് പിന്നീട് പരാതി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ചിലർ ഒരു ദിവസം പോയി കൂടെ കിടക്കും, എന്നിട്ട് അതിനകത്ത് കിടന്ന് എന്തെങ്കിലും വീഡിയോ, ഇപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ വെച്ച് വീഡിയോ ഒക്കെ പിടിച്ചേച്ച് ഞാൻ ഇത് മറ്റു പലരോടും പറയും എന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചെന്ന് പറയും എന്ന് പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എഴുതി പുതിയ നിയമത്തിനകത്ത് ഈ വാട്സപ്പിലുള്ള കോളുകളും ഇതുമെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഞാൻ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പോലീസുകാർ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ലൈസൻസ് 2 വർഷമായിട്ട് ഒരാൾ പിടിച്ചു വെച്ച്. ഈ 2 വർഷമായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ കയറി അത് തപ്പിയെടുക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ അത് പിന്നെ മറ്റു പല കാര്യങ്ങളാകും. പലരും നമ്മൾ പറയുന്നത് വിശ്വസിക്കത്തില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ടുപോകും. കാരണം ഞാനൊന്നും വേണ്ടിയില്ല. നിയമം വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. നിയമത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഞാൻ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ പോലീസുകാർ പറഞ്ഞ് അതൊന്നും അങ്ങനെയൊന്നും പോയി മേടിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പുതിയ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുക്കത്തില്ല.
ലൈസൻസ് എനിക്ക് കയറി എടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, അത് എടുക്കാം, ഞാൻ എടുക്കുമെന്ന് വെച്ചാൽ ഞാൻ എടുക്കും. പക്ഷേ ലൈസൻസ് അവൻ്റെ കയ്യിൽ ഉണ്ടെന്ന് അവൻ പറയുന്ന വോയിസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കേൾപ്പിച്ചു കൊടുത്ത്. പോലീസുകാർക്ക് അപ്പോൾ നമ്മൾ പുതിയ നിയമം പഠിച്ചെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പോലീസുകാർ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഒരു വണ്ടി പോലീസ് അവരുടെ വീട്ടിൽ പോയി 15 മിനിറ്റ് കഴിഞ്ഞപ്പം തിരിച്ചു വന്നു, ചേട്ടാ എൻ്റെ ലൈസൻസ് മേടിച്ചുകൊണ്ട് പോകും, മേലിൽ ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടാ എന്നും പറഞ്ഞ് വിട്ട്. പുതിയ നിയമങ്ങളിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ കത്തെഴുതുകയും ഇതിന് വേണ്ടപ്പെട്ടവരെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതി പറഞ്ഞ ഒരു കാര്യവും ഇന്ത്യയിൽ നടപ്പാക്കാതിരുന്നിട്ടില്ല, അതെല്ലാം വന്നിട്ടുണ്ട്. കാരണം ജനത്തിനത് ആവശ്യമാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹം അത് നിയമമായിട്ട് കൊണ്ടുവരും. അത്ര നല്ല ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പോൾ അദ്ദേഹം ഇവിടെ നിയമങ്ങൾ, സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ഇതിനനുസരിച്ച് നമുക്ക് തെളിവുകൾ ഹാജരാക്കാം. അതെല്ലാം വാട്സപ്പിലുള്ള ചാറ്റിങ്ങുകളോ ഫോൺ കോളുകളോ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് കൊടുത്തോ, എന്നോട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും പോലീസിന് കേസെടുക്കും, പരമാവധി ശിക്ഷയും കിട്ടും, ഒരു ഒഴിവും അതിനകത്ത് കിട്ടത്തില്ല. അതിനൊരു പരിശോധനയ്ക്ക് പോലും വിടണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ അത് ഉറപ്പുണ്ട്, ഇങ്ങനെ വിളിച്ചതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സമയത്തുള്ള കോളുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ്, എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ സീഡിറ്റ് അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ കൊടുത്ത് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നിജസ്ഥിതി നമുക്ക് പരിശോധിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ന് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ക്രൂശിക്കപ്പെടുന്നു എന്ന് കണ്ടിട്ട് തന്നെയാണ്. അതുപോലെ വ്യാജ സിനിമകൾ ഞാൻ തന്നെയാണ് എഴുതി വിട്ടത്. ഒരുപാട് സിനിമകൾ കള്ളത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്, തീവ്രവാദത്തിന് ഫണ്ട് പിരിക്കുകയാണെന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. ഒരാൾ പോലും കയറത്തില്ല. എന്നെ വെല്ലുവിളിച്ച ചില ഡയറക്ടർമാർക്കും കൂടെ പണിവയ്ക്കാനായിട്ടാണ് ഞാൻ പ്രധാനമന്ത്രിയോട് അറിയിക്കുകയും അത് നിയമമായി മാറുകയും ചെയ്തു. സിനിമകളിൽ കൂടെ ഇപ്പം ഇങ്ങനെ ഫണ്ട്, പുതിയ സിനിമകളിപ്പം തൊട്ടിലൊടുക്ക് സിനിമകളൊന്നും പൂജ നടക്കുന്നില്ലല്ലോ. കുറേ അവന്മാർക്ക് മനസ്സിലായി ഇത് പിടികിട്ടും. NIA പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ ഞാൻ NIA കോടതിക്ക് ചെന്ന് കഴിഞ്ഞപ്പം തോക്കും ചൂണ്ടിക്കൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. വേറെ പരിപാടിയൊന്നുമില്ല, വെറുതെ അതിനകത്തോട്ട് എത്തി നോക്കാൻ പോലും പറ്റത്തില്ല. അവിടെ ചെന്ന് നമ്മൾ സാധാരണ സ്റ്റേഷനിൽ കിടന്ന പോലെ തർക്കിക്കാനോ ബഹളം വയ്ക്കാനോ ഒന്നുമില്ല, എവിഡൻസ് ഉൾപ്പെടെയാണ് അത് കേൾപ്പിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവിടെ കിടന്ന് ബഹളം വെച്ച് അപ്പം പേടി വീഴ്ച അവർ തോക്കുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് NIA കോടതി. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരാൾ വിളിച്ച് എനിക്കിങ്ങനെ നീ അഡ്ജസ്റ്റ് ചെയ്താലേ എനിക്ക് ചാൻസ് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. എനിക്ക് പറ്റത്തില്ല. അമേരിക്കയെ പോലെ നമുക്കിപ്പം ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീയോട് സെക്ഷലി താല്പര്യമുണ്ട് നമുക്ക് ചോദിക്കാം. ഇല്ല, നോ പറഞ്ഞാൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് അവിടെ നിന്ന് മാറിക്കോണം. വീണ്ടും പുറകെ നടന്നിട്ട് അവൾ പോലീസിനെ വിളിച്ചാൽ പിന്നെ അവൻ ആയുസിൽ അവിടെ ജയിലില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഇറ്റലിയിലുള്ള ഒരുത്തൻ ഇതുപോലൊരു പെണ്ണ് കേസിൽ പോയി പെട്ട്. പിന്നെ നമ്മളവിടെ വിളിക്കാവുന്ന സകല ആളെ വിളിച്ചിട്ടും അവനോട് സംസാരിക്കാൻ അവൻ്റെ അഡ്വക്കേറ്റിന് ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിലാണ് അവനെ വെളിയിലിറക്കിയത്. അവൻ്റെ ഭാഗത്ത് തെറ്റില്ല, പക്ഷെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. തെറ്റ് എനിക്കറിയാവുന്ന വ്യക്തിയാണ്, ഇന്നസെൻ്റാണ് അവൻ, പക്ഷേ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ദുരുപയോഗിക്കപ്പെടാനായിട്ട് ശ്രമിക്കരുത്. എന്തുകൊണ്ട്, എൻ്റെ മറ്റൊരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇവളമാർ പരസ്യമായിട്ട് നിന്ന് എന്നെ നക്കണമെന്ന് പറഞ്ഞു, ഇൻസേർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, മറ്റത് ചെയ്യണമെന്ന് പറഞ്ഞു, അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു, എല്ലാ കാര്യങ്ങളും ഇവളുമാർ പച്ചയ്ക്ക് പറയുന്നുണ്ട്. എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? കേസ് കൊടുക്കാൻ, അത് എനിക്ക് കരിയറാണ് വലുത്, മറ്റതാണ് വലുത്. അപ്പം തന്നെ അറിയാം ഇതിലെവിടെയോ ഉടായിപ്പുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ തയ്യാറാണ്. ഒരു നാണവും മാനവും ഇല്ലാതെ എന്നെ അങ്ങനെ പിടിച്ചു, അവിടെ കയറി പിടിച്ചു, നക്കണമെന്ന് പറഞ്ഞു, ചപ്പണമെന്ന് പറഞ്ഞു, എല്ലാം പറയാൻ ഇവളുമാർ ഒരു നാണവും ഇതും ഇല്ല, ഒരു അന്തസ്സും ഇല്ലാതെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിയമപരമായിട്ട് നേരിടുന്നില്ല? അവിടെ തന്നെ അറിയാം ഇതിൻ്റെ ഉദ്ദേശശുദ്ധി, കാരണം ഇയാളെ നാറ്റിക്കുക എന്നുള്ളത്. അതേസമയം എൻ്റെ മാനത്തിന് വില പറഞ്ഞു എന്ന് തോന്നുന്നൊരു പെണ്ണാണെങ്കിൽ അവൾ ആദ്യമേ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടേ ബാക്കി കളിക്കത്തുള്ളൂ. നമുക്കറിയാം പെണ്ണിൻ്റെ സ്വഭാവം അല്ലേ? അപ്പം നിയമങ്ങൾ നമുക്കുണ്ട്, നിയമത്തെ മാനിക്കണം. നിയമങ്ങൾ അത് തന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് അവിടെ പോരാടാനായിട്ട് ശ്രമിക്കണം. അതില്ലാതെ കവലെ ഒന്നേച്ച് എൻ്റെ അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞ് ഇവിടെ തൊടണമെന്ന് പറയണം മാത്രമെന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല. അതൊക്കെ മറ്റുള്ളവരെ നാറ്റിക്കാനും അപമാനിക്കാനും വേണ്ടിയുള്ള ചില കുൽസിത പ്രവൃത്തികൾ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വെറും കുൽസിത പ്രവൃത്തികൾ, ചതിയാണ് ഇതിൻ്റെ പിന്നിൽ. അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢസംഘങ്ങളുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ, എത്ര ലക്ഷം രൂപ മേടിച്ചിട്ടാണ് ഈ 10 പൈസ ഗതിയില്ലെന്ന് പറയുന്ന ഇവളുമാരുടെ അക്കൗണ്ട് എടുത്ത് നോക്കി. ഇപ്പം തെളിവാണ്, കാരണം ഗൂഗിൾ അക്കൗണ്ട് എവിടെ നിന്നൊക്കെ വന്നെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ ക്യാഷും കൊണ്ട് ചെന്നാലേ പെണ്ണുങ്ങളുടെ കൂടെ കിടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എല്ലാവരും ഗൂഗിൾ പേ ചെയ്തേക്കുന്നു, GPI, Paytm ചെയ് എന്ന് പറയും. ഈ ഡീറ്റെയിൽസ് അവിടെ കിടക്കും.
ആരുടെയൊക്കെ കയ്യിൽ നിന്ന് ഏതൊക്കെ കസ്റ്റമേഴ്സ് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഞാൻ ഈ കാര്യം എനിക്കെതിരെ വന്ന ഒരു പരാതിയിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഇമെയിലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ ഉൾപ്പെടെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടാലും അവിടെ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സോ വക്കീലോ ഒക്കെ അത് ഇടപെട്ടോളും. കാരണം ഒരു റിട്ടൺ തെളിവാണ്. ഇമെയിലുകളുടെ പകർപ്പുകൾ എല്ലായിടത്തും ഉണ്ട്. അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല ഗൂഗിളിൽ നിന്ന്. എൻ്റെ ഇമെയിൽ ഡിലീറ്റായി പോയാൽ പോലും ഈ തെളിവുകൾ മറ്റു പലരുടെ അക്കൗണ്ടുകളിലുണ്ട്. ഞാൻ പോലീസുകാർക്ക് കൊടുത്ത മെസ്സേജ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ATM ഉൾപ്പെടെയുള്ള ട്രാൻസാക്ഷനുകൾ എടുക്ക്, എന്തിന് ഇതിനു വേണ്ട ആളുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നു, തെളിവിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം തെളിവിനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് കൃത്യമായിട്ട് പ്രതികരിച്ച് ആർക്കും നിങ്ങളെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരു കോടതിയും നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല. ഞാനിതെല്ലാം അഴിച്ചു പറിച്ച് എന്തും ചെയ്തു എനിക്കൊരു ചാൻസ് തന്നാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട് ഇവിടെ. ഒരുപാട് പെൺപിള്ളേർ. അവരിൽ പലർക്കും എന്നെ കണ്ടാൽ പിടിക്കുകയില്ല. കാരണം ഞാൻ പച്ചയ്ക്ക് പറയടി, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. നിങ്ങളെ ടാലൻറ്റ് തെളിയിക്കും. നിങ്ങൾ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ വീഡിയോ ഇട്, നിങ്ങളത് ഇത് എന്ന് പറയും. അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ അത് അതിനകത്ത് കയറി വരാനായിട്ട്. നമ്മളെ ഡിമാൻഡ് ചെയ്യണം. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആനുകാലികമായി സിനിമയിൽ വരാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെ, നമ്മൾ അതിനോട് സാമ്യമുള്ളൊരു കഥാപാത്രത്തെ നമ്മൾ തന്നെ അവതരിപ്പിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേ. അത് 10 ഡയറക്ടർമാർ കാണുമ്പോൾ അതിൽ ഒരാളെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പോലും ആ ആളെ മനസ്സിൽ കണ്ട് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കും. അങ്ങനെയാണ് വേണ്ടത്. ഒരു കാലത്ത് ഇവിടെ മന്ത്രിമാർക്ക് കൂട്ടിക്കൊടുക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. കാരണം മന്ത്രിമാരെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അത് കഴിഞ്ഞാൽ PSC ഒക്കെ വന്നതെന്നായിരുന്നു. അങ്ങനെ സ്വന്തം അനുഭവം വിവരിച്ച ഒരുപാട് പെണ്ണുങ്ങളെ എനിക്കറിയാം. ഗസ്റ്റ് ഹൗസുകളിൽ കൊണ്ടുപോയി ലോക്കൽ നേതാക്കന്മാർ കൊണ്ടുപോയി മന്ത്രിമാർക്ക് കാഴ്ച വെച്ച് അവസാനം ഇവനും കൂടെ പുറത്ത് കയറിയിട്ട് തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ജോലിക്കാരായ പലരെയും എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജിജിമോനെ എനിക്ക് ഈ ജോലി കിട്ടിയത് ഇങ്ങനെയാണ്, ചതിക്കപ്പെട്ട. പക്ഷേ അന്ന് എനിക്ക് ഒരുപാട് വിഷമവും അമർഷവും ഒക്കെ തോന്നിയിരുന്നെങ്കിലും ഇപ്പം ഇതിൻ്റെ ഒരു സുഖവും ഈ പ്രൊമോഷനും ഒക്കെ വന്നു കഴിഞ്ഞപ്പം അതൊക്കെ മറക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. എന്നോട് തന്നെ പല സിനിമാ ഫീൽഡിലുള്ള പല പെണ്ണുങ്ങളും ചോദിച്ചിട്ടുണ്ട്. അഭിനയെന്നും പറഞ്ഞ് കിടക്കുന്ന പല പെണ്ണുങ്ങളും ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്നാടാ, അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താടാ, അവർ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ നീ എന്തിനാടാ അത് ഇടപെടുന്നത്? പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ഡയറക്ടർമാർ, ക്യാമറാമാന്മാർ വരെ ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്താടാ പ്രശ്നം? ഞാൻ പറയില്ല, പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയായില്ലെങ്കിൽ അവർ താല്പര്യപ്പെട്ടിട്ടല്ലേ. അത് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. എൻ്റെ വോയിസ് ഉൾപ്പെടെ തെളിവുകളുണ്ട്. ഒരുത്തിന് ഇതിനു വേണ്ടി എൻ്റെ കുണ്ടിക്ക് പടക്കം വെക്കാൻ വരണ്ട. സിനിമയിലുള്ള പല ആളുകളും ആയിട്ട് ഒരുപാട് അടുപ്പം എനിക്കുണ്ട്. അതിൽ ഇപ്പം മൺമറഞ്ഞ നമ്മുടെ രായമ്പി ദേവിൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ ഒരു ചിറ്റപ്പൻ വഴിക്കാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. പുള്ളി എനിക്ക് ഒരുപാട് സിനിമകളിൽ ഓഫറുകൾ തന്നിട്ട് എനിക്ക് ചെന്നെത്താൻ പറ്റിയില്ല. എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അതുപോലെ ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമുണ്ട്. എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരുണ്ട്, തിരിച്ചറിയുന്നവരുണ്ട്. ഞാൻ ആ ഫീൽഡ് ഒരിക്കലും ഉപേക്ഷിച്ചതാണ്. അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കാണ്. കാരണം ആരോ എൻ്റെ ഏട്ടനോ ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് സിനിമ മുഴുവൻ പിഴച്ച ഇതാണ്, ഇവൻ പോയാൽ ഇവൻ വെറും വൃത്തികേടവനായി പോവും എന്ന് എനിക്ക് ഒരുപാട് മാനസിക വിഷമം ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് അതുപോലെ എനിക്ക് കറങ്ങി നടക്കാനും ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പൊസിഷൻ എനിക്കൊരു കാലത്തുണ്ടായിരുന്നു. അതൊക്കെ വിട്ടെറിഞ്ഞപ്പോൾ മാനസികമായിട്ട് ഞാൻ ഒരുപാട് തകർന്നു പോയ സമയങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്, സിനിമാ ഫീൽഡിൽ മാത്രമല്ല. സ്വന്തം വീട്ടിൽ തന്നെ കൊടുക്കുന്നവരുണ്ട് അല്ലേ. ഞാൻ ഒരിക്കൽ ആലപ്പുഴയിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു എൻജിനീയർ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ജിജിമോനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ല ജിജിമോനെ എന്നാണ്, ജിജിമോനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവിടെ ഇന്നാണെങ്കിൽ ഒരു വീട്ടിൽ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, ഒരു എക്സ്റ്റൻഷനാണ്, ജിജി അവിടെ പോയിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റത്തില്ല, ജിജി ഒന്ന് ചെല്ല്, അവർ തരുന്ന പൈസ ജിജി മേടിച്ചു. അപ്പോൾ ഞാൻ ഇയാളുമായിട്ടുള്ള അടുപ്പത്തിൽ പറഞ്ഞ് പൈസ ഒന്നുമില്ല, ഞാൻ വളരെ തെണ്ടി നടക്കുന്നൊരു സമയമാണെങ്കിൽ പോലും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ അയാൾക്ക് വേണ്ടി, എനിക്ക് ആ മനുഷ്യനെ അത്ര ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ ചെന്ന്, അപ്പോൾ ഇവരുടെ മെയിൻ പ്രശ്നം വലിയ കക്കൂസ് ടാങ്ക് ഉണ്ടായിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് പോകുന്നില്ല, അതെല്ലാം അടഞ്ഞ് കിടക്കും, എന്താണെന്ന് അറിയത്തില്ല എന്നാണ് പറയുന്നത്. ഞാനപ്പോൾ തന്നെ അവിടെയുള്ള സ്ഥലമൊന്നും പറയുന്നില്ല, അവിടെയുള്ള 2-3 കാക്കാ പിള്ളേർ, മുസ്ലിം പിള്ളേരെ, തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, ഞാൻ ഇവിടെ പരിചയമുള്ള 2 പേരുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു, അവർ തന്നെ മൊബൈലിൽ വിളിച്ച് പെട്ടെന്ന് കൊണ്ടുവന്ന് ഞാൻ പറയടാ പൊട്ടിക്കിടാന്ന് പറഞ്ഞു. പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് മുഴുവൻ നിരോധം. ഒരു കഷണം മനുഷ്യമല തീട്ടക്കണ്ടി ഇല്ലെന്ന് വേണേൽ പറയാം, പച്ചയ്ക്ക് ഞാൻ പറയുക. എന്നാൽ സമൂഹത്തിൽ വലിയ മാന്യന്മാരാണ് ഇവർ. ആ വീടിൻ്റെ ഉടമസ്ഥർ വലിയ മാന്യന്മാരാണ്. വീട് വിപുലീകരിച്ച് 5-6 മുറി കൂടെ പണിയണം. ആകെ 2 പിള്ളേരാണ് അവർക്കുള്ളത്. 6 മുറിയോ 7 കൂടുതൽ 3 മുറിയോ 4 മുറിയായിട്ട് മേളിലും താഴെ എല്ലാം കൂടെ വലിയ വീടാക്കി മാറ്റുവാണ്. ഇത്രയും നിരോധം. അതായത് ഒരു
കുറഞ്ഞത് ഒരു വലിയ സെപ്റ്റിക് ടാങ്ക് അങ്ങനെ നിറയണമെന്നുണ്ടെങ്കിൽ എന്തും വേണ്ട നിരോധം, എത്ര ടൺ നിരോധം ഉണ്ടെന്നൊന്നും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. പൈസ ഉണ്ടാക്കിയതാണ്. ചെവി അറിയാതെ ഒരു വീട്ടിൽ കിടന്ന്, ആ വീട്ടിലെ ആളുകൾ കാണാൻ വരുന്നതാണ്, വലിയ വീട്ടുകാരാണ്, ഭയങ്കര സമ്പന്നരാണ്, ബിസിനസ്സുകളുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ ആളുകൾ കാറേ വരും. അയൽവക്കക്കാർക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ഇത് ആരെങ്കിലും കൊണ്ടൊന്നും കുഴിച്ചിട്ടൊന്നുമല്ല. കാരണം ക്ലോസറ്റിനകത്തുനിന്ന് തന്നെയുള്ള ലൈൻ പൊട്ടിച്ചപ്പോൾ അവിടുന്ന് മൊത്തം നിറഞ്ഞു കിടക്കുക. 15 മീറ്ററോളം, 10 മീറ്ററോ 15 മീറ്ററോ ഉണ്ട് അതിൻ്റെ ഒരു സൈഡിലെ നീളം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അവസാനം വന്ന പിള്ളേർ തന്നെ എൻ്റെ അടുക്കൽ പറഞ്ഞു, എൻ്റെ എന്നെ ഇക്കാന്നാണ് വിളിക്കുന്നത്, ഞങ്ങളിതിനൊക്കെ നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും. ഞാൻ ഇവിടെ അപ്പോൾ എനിക്കറിയത്തില്ലല്ലോ, നമ്മളിങ്ങനെ നമ്മൾ തന്നെ ഒരു എഞ്ചിനീയർ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. ഞാൻ പിന്നെ ഇട്ടിട്ട് പോരുമായിരുന്നത്. അപ്പം കപടമുഖങ്ങൾ, തെളിവുകൾ വരുമ്പം കപടമുഖങ്ങൾ അഴിഞ്ഞു വീഴും. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സിദ്ദിഖ് നിരപരാധിയാണെന്ന് സിദ്ദിഖിന് ഉറപ്പുണ്ടെങ്കിൽ സിദ്ദിഖ് കൗണ്ടർ പെറ്റീഷൻ കൊടുക്കട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയും ചെയ്യാത്ത ആരാ ഉള്ളത് സിനിമാ ഫീൽഡ്? ഇത്ര പതിവ്രതകളായിട്ട് വരുന്നവർ. പിന്നെ ചിലർക്ക് ഇതിനകത്ത് വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ കയ്യിൽ കിടക്കുന്ന പെൺപിള്ളേരെ അവർ വഴിക്ക് തന്നെ വിളിക്കാവൂ എന്ന് അവർക്കൊരു അലിഖിത നിയമമുണ്ട്. കാരണം അവർക്ക് പൈസയും മറ്റു തലത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് പെണ്ണുങ്ങൾ മുട്ടി ഈ കാര്യങ്ങൾ അവർ തമ്മിൽ, ഇപ്പം ഞാൻ വെറുതെ ആയി നോക്കി നിൽക്കുന്ന, ഞാൻ മണ്ണും ചാരിയെന്നും പെണ്ണും കൊണ്ട് വന്നുപോയ പോലെയാണ് പല പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കും ഇന്ന്. അതിൻ്റെ ഒരു ചുരുക്ക് ഇതിനകത്ത് തീർക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. മണ്ണും ചാരിയൊന്നും പെണ്ണും കൊണ്ടുപോയാലും പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് പ്രത്യേകിച്ച് സ്വാധീനമൊന്നുമില്ല. കാരണം ഡയറക്റ്റ് വരുന്നു, ഡയറക്ടർമാരുമായിട്ടും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ഇവർ പെണ്ണുങ്ങൾ ഡയറക്റ്റ് അങ്ങ് മിങ്കിൾഡ് ആവുകയാണ്. അപ്പോൾ അതിനൊരു കൺട്രോൾ ഉണ്ടാക്കാൻ ഇതുപോലെ കുറേ പരാതികൾ കൊണ്ടുവന്നാൽ നാളെ വിശ്വസ്തരായിട്ടുള്ള പെണ്ണുങ്ങളെ ഇവർ വഴിക്ക് കിട്ടും. അപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ 2-3 കോടിയൊക്കെ മേടിക്കുമ്പോൾ അതിൽ 5, 10, 15, 20 ലക്ഷം രൂപ നേരെ ഈ ഏജൻറ്റന്മാർക്ക് പോകുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പലതരത്തിലും ഗുണ്ടകൾക്ക് ഉൾപ്പെടെ ഇവർ കൊടുക്കുന്നത്. കാരണം പിടിച്ചു നീക്കാൻ പറ്റണ്ടേ ഇതിനകത്തൊക്കെ. യഥാർത്ഥത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ നിമിഷം തന്നെ കേസെടുക്കാൻ പറ്റണം. ഞാൻ ഒരുപാട് കേസുകൾ ഇതുപോലെ എടുപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഫോണിൽ പലയിടത്തും ഞാൻ പർപ്പസ്ഫുള്ളി വിളിച്ച് പോലീസുകാരെ വിട്ട് ഞാൻ കേസെടുപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ പരാതി പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല, നമ്മൾ നിർബന്ധിക്കാൻ പോകരുത്. ഇപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് സെക്സിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിൽ എനിക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ രാജ്യത്തെ നിയമം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം പുതിയ നിയമങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യ സഹജമാണ് വികാരം. പക്ഷെ അത് മറ്റൊരാൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബഹളം വയ്ക്കരുത്. അത് ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചിന് പരാതിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഒരിക്കലും അംഗീകരിക്കാം. അത് രാജ്യ നിയമത്തിന് വിരുദ്ധമാണ്. അങ്ങനെയുള്ള കേസുകൾ ഞാൻ കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അടി കൊടുക്കേണ്ടടുത്ത് ഓട്ടോക്കാരെയൊക്കെ സംഘടിപ്പിച്ച് വലിയ ഹോട്ടലുകളിൽ കയറി അടി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഹോട്ടലിൻ്റെ ഓണറിന് അറിയാം ജിജിബായി ആണ് നിൽക്കുന്നത്, എതിർത്തിട്ട് കാര്യമില്ല എന്നുള്ളത് അറിയാം. കാരണം എനിക്ക് ഗുണ്ടായിസം ഇല്ല. പക്ഷേ എതിർത്താൽ ഞാൻ സത്യം എൻ്റെ ഭാഗത്താണെങ്കിൽ എതിരാളികൾ ഒരിടത്തും ജയിക്കത്തില്ല. ഞാൻ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം വ്യക്തമായ തെളിവുകളൂടിയാണ് വന്നാൽ ഒരിക്കലും ഒരു എവിടെയാണെന്ന് അറിയത്തില്ല. ഇതുപോലെ തന്നെ ഒരു സിനിമ ലൊക്കേഷനിൽ ഞാൻ അവിടെ ഷൂട്ടിങ് കാണാനൊക്കെ ആയിട്ട് എന്നാൽ പറ്റിയ ഒരു ചാൻസ് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അവിടെ ഇതുപോലൊരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നാൽ ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ എതിർത്ത് കഴിഞ്ഞ് ഹോട്ടലിൻ്റെ ഓണർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, ഈ സംഗതി ഇത് പോസ്കോയാകും, താൻ ഉൾപ്പെടെ അകത്ത് പോകുന്നു ഞാൻ പറഞ്ഞു. ഈ കൊച്ച് തൻ്റെ പേര് പറഞ്ഞാൽ താൻ ഉൾപ്പെടെ അകത്താണ്. അങ്ങനെ പോയി. ഞാൻ പിന്നെ പോലീസെ വിളിച്ച് അറിയിക്കേണ്ടതൊക്കെ അറിയിച്ചു. പിന്നെ അത് കേസെടുത്തു എന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ്. പലയിടത്തും പോലീസുകാർ കേസെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആരോപണം ചെയ്യുന്നവർ വ്യക്തമായിട്ട് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കണം. എനിക്കൊരു പരാതിയുണ്ടോ, ഞാൻ ആദ്യം കംപ്ലയിൻറ്റ് കൊടുക്കും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, ശിക്ഷ ഞാൻ മേടിക്കും. അവിടെ ഞാൻ പിന്നെ തർക്കിക്കത്തില്ല. ചെയ്തെങ്കിൽ ചെയ്തെന്ന് തന്നെ പറയും. തെറ്റെനിക്ക് പറ്റിപ്പോയിട്ടുണ്ട്, ഓക്കെ, എൻ്റെ ഭാഗത്ത് തെറ്റാണ്. അല്ലെങ്കിൽ നമ്മളത് ഇതാക്കണം. ഇത് ചുമ്മാ ചാനലിൽ വന്നേച്ച് എൻ്റെ അവിടെ നക്കണം പറഞ്ഞ് ഇവിടെ പിടിക്കണമെന്ന് പറഞ്ഞ് മറ്റത് ചെയ്ത് മറിച്ചത് ചെയ്ത് എല്ലാ വൃത്തികേടുകളും ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നുണ്ട്. ഇത്രയൊന്നും പ്രശ്നങ്ങളില്ല. സ്വകാര്യമായിട്ട് കൊണ്ടുപോയി ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ മതി. എന്തേ കംപ്ലയിൻറ്റ് കൊടുക്കാത്തത്? നിയമപ്രകാരം. അപ്പം മറ്റൊരാളെ ഹരാസ് ചെയ്യുക, മറ്റൊരാളുടെ അപമാനം, അല്ലേ, മാനനഷ്ടം, മാനക്കേടുണ്ടാക്കുക, അതാണ് ഇവരുടെ ഉദ്ദേശം. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അമ്മയുടെ തലപ്പത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ വന്നുകൊണ്ട് എന്ത് പ്രയോജനം? എത്തിക്സ് ഉള്ള പെണ്ണുങ്ങൾ വന്നാൽ ഓക്കെ. എത്തിക്സ് ഇല്ലാത്തവരാണ് വന്നിട്ട് എന്തെങ്കിലും പെണ്ണ് വന്നൊന്നും പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പം പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇവർ തന്നെ പല താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങളെക്കുറിച്ച് തന്നെ പാരവെച്ചു, ചതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൽ ഉദയ സ്റ്റുഡിയോയിൽ ഞാൻ അവിടെ ഉദയ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിരുന്നവരുൾപ്പെടെ അവിടുത്തെ ക്യാമറമാൻ ഉൾപ്പെടെ എനിക്ക് വലിയ അടുപ്പങ്ങൾ പഴയ കാലത്തെ സിനിമകളിൽ ചെയ്തിട്ടുള്ളവരൊക്കെ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നൊരു കാലത്ത്.
അപ്പോൾ അവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ചാക്കോ എന്ന് പറയുന്നത് ഇങ്ങനെ ബോബൻ കുഞ്ചാക്കോ, അയാൾ ഉദയ സ്റ്റുഡിയോയുടെ സ്ഥാപകൻ, ഇങ്ങനെ പെണ്ണുങ്ങളുടെ തോളെ കൈയിട്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നതെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവിടെ നടിമാർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന, പഴയകാല പ്രഗത്ഭരായ നടിമാർക്ക് അബോർഷൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന ചില ആളുകൾ, കമ്പൗണ്ടർമാർ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഞാൻ പോയിരുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെനിക്ക് സംശയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായത് സത്യമാണെന്ന്. കാരണം ഇയാളുടെ അസിസ്റ്റൻ്റായിട്ട്, കമ്പൗണ്ടറിൻ്റെ അസിസ്റ്റൻറ്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നും എടുത്തിട്ട് അയാളുടെ ഈ സാധനങ്ങൾ പെട്ടി പിടിക്കാനൊക്കെ ആയിട്ട് പോയിട്ട് ഈ സംഗതികൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതും വയറ്റിൽ എത്ര മാസം ആയെന്നൊക്കെ നോക്കിയിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അയാൾക്ക് എനിക്കറിയില്ല എൻ്റെ സത്യം, പക്ഷേ അത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് ഇഞ്ചക്ഷൻ എടുത്ത ചരിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. കാശ് കൊടുത്ത് അസിസ്റ്റൻ്റായിട്ട്, കമ്പൗണ്ടറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോകുന്ന കുറേ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണാനും കേൾക്കാനും അത്യാവശ്യം ഒന്ന് ഉരുട്ടി പിടിക്കാനും ഒക്കെ ആയിട്ട് പോയ ഒരുപാട് പേരെ എനിക്കറിയാം. എല്ലായിടത്തും ഉണ്ട്. പല്ലട കുത്തി മണപ്പിക്കാതിരിക്കുക. കംപ്ലൈൻ്റ് ഉണ്ടോ, കംപ്ലൈൻറ്റ് കൊടുക്കുക. അല്ലാതെ കവലെ നിന്നേച്ച് എന്നെ പീഡിപ്പിച്ച്, എന്നെ മാന്തി, എന്നെ ഞൊണ്ടിയെന്ന് വിളിച്ച് പറയുകയല്ല വേണ്ടത്. കൃത്യമായിട്ട് നിയമപ്രകാരം കംപ്ലൈൻറ്റുകൾ കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ എന്താ പറയുന്നത്, പ്രൊഡക്ഷൻ കൺട്രോളർമാർ പലപ്പോഴും അവരുടെ കസ്റ്റമേഴ്സിനാണ് പൈസ മേടിച്ചിട്ട് അടുത്ത സിനിമ എടുക്കാൻ പോകുന്ന പ്രൊഡ്യൂസറാണ്, അടുത്ത സിനിമയുടെ ഡയറക്ടറാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഒരുപാട് പെണ്ണുങ്ങളെ കൊടുത്ത് കാശുണ്ടാക്കിയ ചരിത്രങ്ങളൊക്കെ എനിക്ക് പലരും വെച്ചിരിക്കുന്ന വലിയ 2 നില 3 നില വീടുകൾ, പല സ്ഥലത്തും വീടുകൾ മേടിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്. ഇവൻ്റെയൊക്കെ പച്ചയായിട്ടുള്ള സത്യങ്ങൾ സിനിമയിലുള്ളവരെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാൽ വിളിച്ച് പറയും. എടാ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നിഷേധിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ജിജുവായി ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളാരെയും നാറ്റിക്കുകയല്ല. അവർ ചെയ്യുന്ന നിൻ്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് നീ ഫലം അനുഭവിക്കും, അത്രയേ ഉള്ളൂ. അതിന് നമ്മളാരും ഉപദേശിക്കാനോ ഒന്നും ആളല്ല. ആരെയും ഞാൻ അക്കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും പറയാനില്ല. അവൻ അങ്ങനെ തൊഴിൽ ചെയ്തു, അവിടെ ആർക്കും പരാതിയില്ല. പിന്നെ നമ്മളെന്തിനാ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്നവർ ഒരു കാര്യം ഓർക്കണം. അവർ ഒരുപാട് പേര് മുമ്പിൽ കയറ്റി നിർത്തിക്കാൻ വേണ്ടിയിട്ട് പോലും അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകുന്ന ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിന് എന്നെ ഒന്ന് മുമ്പിൽ നിർത്തി തന്നാൽ മതി, എന്നെ വേണേൽ ചെയ്തു, എനിക്ക് സമ്മതമാണ്, കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ ടൂറ് കൊണ്ടുപോയ ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ കൂടെ ഒരുപാട് പേര് വരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ താല്പര്യമില്ലാത്തവരോട് നമ്മളങ്ങനെ സമീപിക്കത്തില്ല. എനിക്കും മോശപ്പെട്ട ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അറിവില്ലാത്ത കാലത്ത് ഒരുപാട്. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കൽ കരയേണ്ടി വന്നു. ആ കണ്ണുനീരിന് ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ അതില്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ ദുർനടപ്പ് എനിക്ക് അറിവില്ലാത്ത പ്രായമാണ്, അത് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ തെറ്റാണെന്ന് എൻ്റെ അമ്മയുടെ കണ്ണുനീരിൽ നിന്നത് മനസ്സിലായാൽ പിന്നെ ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില പറയാൻ ഞാൻ പോയിട്ടില്ല. മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടില്ല. മാറ്റം വന്നിട്ടുണ്ട്, എനിക്കും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മളൊരു മാറ്റം വരാൻ തയ്യാറാകണം. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്നവർക്കാണ് അവർ പലപ്പോഴും ഫ്രീ ആയിട്ട് എനിക്ക് 1 രൂപ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയും സിനിമയിൽ കയറണം, എങ്ങനെയും എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരെ ആ ഫീൽഡിൽ നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരാണ്. ഞാൻ ഈ ആർട്ടിസ്റ്റ് സപ്ലൈ ചെയ്യുന്ന പല ആളുകളുടെയും വീട്ടിലുകളിൽ പോയിട്ടുണ്ട്, അവരുടെ കൂടെ ഇരുന്ന് വെള്ളമടിച്ചിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, നിനക്ക് വന്ന് കടന്നു തരും. അല്ലെ ആരുടെ കൂടെ പോകണം, അവർ വേറെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. എടി ഇന്ന ഹോട്ടലിൽ ഇന്നടുത്തോട്ട് നീ ഒന്ന് ചെല്ലണം, അവിടെ ഇത്ര നമ്പർ മുറിയിൽ ഒരാളുണ്ട്, നീ ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ഏതാണെന്ന് ചോദിക്കത്തില്ല. കാരണം ആരാ വിളിച്ചു പറഞ്ഞേക്കുന്നത്, ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ ചെയ്യുന്നവനാണ്. അപ്പം അങ്ങനെ പോകുന്നവരുണ്ട്. ഇതൊക്കെ ഈ ഫീൽഡിലുള്ളതാണ്. ഇതിനൊന്നും നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്ന പരിപാടികൾ കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പോയി കിടന്നു കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾക്കും ചാൻസ് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പോകരുത് നിങ്ങൾ. അങ്ങനെ പോകുന്നവർക്ക് ആ തൊഴിൽ മരണം വരെ ചെയ്യേണ്ടി വരും. പലരോടും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ട് തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അഭിനയിക്കാനാണോ, നിങ്ങളുടെ ടാലൻറ്റുകൾ സിനിമയിലോട്ട് വരണമെന്നുണ്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഇവിടെ. അതായത് ചെറിയ ചെറിയ റീൽസുകൾ എടുക്കുക, വീഡിയോ പിടിക്കുക, ഇങ്ങനെയൊക്കെ കൊണ്ടുവരാം. പിന്നെ ഒരേ ഫുഡുകൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല. 2000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ചിലപ്പോൾ 1000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരും. അപ്പോൾ അവർക്കെല്ലാം കൂടെ ബിരിയാണി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ മാറിപ്പോവും. പണ്ട് എൻ്റെ വേറൊരു ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ. തമിഴ്നാട്ടിലെ ഒരു ഡയറക്ടർ പറഞ്ഞത്, നയൻതാരയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, നയൻതാരയുടെ കൂടെ 10-15 അസിസ്റ്റന്റുമാർക്കുണ്ട്. ഡെയിലി 15,000, 25,000, 5,000 ഒക്കെ വെച്ച് കൊടുക്കുന്ന അസിസ്റ്റന്റുമാർ കുറേ ഉണ്ട്. നയൻതാരയ്ക്ക് 3 കോടിയോ 4 കോടിയോ ചിലപ്പോൾ കാണത്തുള്ളൂ.
പക്ഷേ ഇവർക്കെല്ലാം കൂടെ കൊടുത്തു വരുമ്പം വേറൊരു 5 കോടി രൂപ പിന്നെ ചിലവാ. ക്യാരവൻ്റെ വാടക, മറ്റത് മറിച്ചത്, ക്യാരവൻ്റെ കൂടെ വേറെ കാറ്, 5 അസിസ്റ്റൻറ്റുകൾ, വെക്കുന്ന AC പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞ് അങ്ങേരും തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഇപ്പം പണം മാത്രം നോക്കി വരുന്നവരുണ്ട്, പ്രശസ്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നവരുണ്ട്. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇതിനകത്ത് കയറി വരാൻ ഇതൊന്നും വേണ്ട. സ്വകാര്യമായി ചിലർ എന്നെ ഒരു കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിദേശത്ത് അത് എൻ്റെ ഒരു സമയം ഞാൻ പറഞ്ഞൊരു പ്രത്യേക സിനിമ തൊട്ടാണ് മലയാളത്തിലൊക്കെ അങ്ങനെ കണ്ടു തുടങ്ങുന്നത്. സോങ്ങുകൾ മുഴുവൻ എടുക്കുന്നത് വിദേശത്താണ്. അപ്പോൾ നായികയ്ക്ക് താല്പര്യമില്ലെങ്കിൽ അവിടെ വാടകയ്ക്ക് പെണ്ണുങ്ങളെ കിട്ടും. വിദേശ രാജ്യങ്ങൾ ഇഷ്ടംപോലെ കിട്ടും, സുന്ദരികളായ പെണ്ണുങ്ങൾ. റഷ്യയിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നായിക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, നമുക്ക് വിദേശത്ത് ഷൂട്ട് വയ്ക്കാം, നിങ്ങൾ വന്നാൽ മതി, ഞങ്ങളവിടെ വേറെ പെണ്ണ് പിടിച്ചോളാം. അപ്പം 10 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അത് 20 ദിവസവും 30 ദിവസവും ആക്കും. എന്നിട്ട് ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യും. ഇവന്മാരവിടെ കണ്ട പബ്ബിലും അവിടെ ഇവിടെയെല്ലാം കറങ്ങി നടക്കും, പെണ്ണുങ്ങൾ ഹോട്ടലിലിരിക്കും. അല്ലെ അവളുമാർ വല്ല ചായക്കടയൊക്കെ തപ്പി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇതൊക്കെ. അപ്പോൾ പരാതിപ്പെടേണ്ടവർ ഇങ്ങനെ ചാനൽ ചർച്ചയിൽ വന്ന് പറയുകയല്ല. അതല്ല, ചാനൽ ചർച്ചയിലല്ല പരാതിപ്പെടേണ്ടത്, ചാനലുകളിലല്ല പരാതിപ്പെടേണ്ടത്, പോലീസ് സ്റ്റേഷനുകളിലാണ്. നിങ്ങൾക്കിവിടെ സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, അല്ലേ? വെറുതെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് എന്നേക്ക് ഇതുണ്ടെന്ന് പറഞ്ഞാൽ പോലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഈ പറയുന്ന സിദ്ദിഖിനെ, രാഖി രാമൻ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ ജയിലിലടയ്ക്കുന്ന പരിപാടികളുണ്ട്. വെറുതെ ഒരു കംപ്ലയിൻറ്റ് ഒരു വെള്ളപ്പേപ്പർ എഴുതി കൊടുത്താൽ മതി. എഴുതിയില്ലെങ്കിലും ഒരു ഫോൺ കോളിൽ വിളിച്ച് പറയേണ്ട നമ്പറുകളുണ്ട്. അത് ഈ വിളിച്ച് പറഞ്ഞാൽ അപ്പം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സിദ്ദിഖിനെയോ മോഹൻലാലിനെ വരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അറിയാവോ? പ്രധാനമന്ത്രിക്ക് പോലും ഒഴിവില്ല ഇവിടെ, അല്ലെ പ്രസിഡൻറ്റിന് പോലും ഒഴിവില്ല. ഒരു കംപ്ലയിൻറ്റ് ഒരു സ്ത്രീ കൊടുത്ത് അത് തെളിയിക്കപ്പെട്ടാൽ അറസ്റ്റ് ചെയ്തിരിക്കും. അതാണ് ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യ മഹാരാജ്യം ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ആ നിയമങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ആ നിയമത്തിന് വെള്ള പൂശുന്ന, ഐസ് കട്ടയെ പെയിൻ്റ് അടിക്കുന്നത് പോലെയുള്ള കുറേ ജന്മങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലും മറ്റുമൊക്കെ ഉണ്ട്, സമൂഹത്തിലുമുണ്ട്. അവരാണ് ഈ നാട് ഇങ്ങനെ നശിപ്പിക്കുന്നത്. അപ്പം ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചാനൽ ചർച്ചകൾ നടത്താതെ നേരെ കൊണ്ടുപോയി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കുക. ബാക്കി സിദ്ദിഖ് നോക്കിക്കോളും. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഓട്ടെ. കാരണം ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് ലൊക്കേഷനിൽ ചെന്നാലും സിദ്ദിഖ് ചേട്ടനൊക്കെ വളരെ സ്നേഹത്തോടെ, സിദ്ദിഖ് ചേട്ടൻ, ബൈജു ചേട്ടൻ, അതുപോലെ മുകേഷ്, ഇവരൊക്കെ വളരെ അടുപ്പത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നൊന്നും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ചോദിക്കാനായിട്ട് ഇത് തോന്നിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരുടെ കൂടെ നിർത്തി അഭിനയിപ്പിച്ചതിന്. അത്ര അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു. എനിക്ക് അതിനെ അത്രയും നല്ലൊരു ഫിഗറൊന്നും ഇല്ല. അതുകൊണ്ടാണ് സംഗതി. എന്തായാലും ഞാൻ പറയാനുള്ളത്, എൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ പങ്കുവച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സമയമായി, അപ്പോൾ ഞാൻ നിർത്തുവാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മുമ്പിട്ട വീഡിയോകളൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ കോടാമ്പാക്കത്തും അവിടെ ഇവിടെയൊക്കെ നടന്ന ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചതുണ്ട്. അത് ചില ആളുകൾക്ക് അറിയാം ആ സംഭവങ്ങൾ. ഒരുപാട് പേരെ ചതിച്ച കേസുകളുണ്ട്. ചതിക്കൊരിക്കലും ഞാൻ കൂട്ടു നിൽക്കുകയില്ല. എനിക്ക് താല്പര്യമാണ് എന്ന് പറഞ്ഞൊരു പെണ്ണ് പോയാൽ നമുക്ക് അവിടെ തടയാൻ പറ്റത്തില്ല. പിന്നെ 14 വയസ്സ് 18 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ അത് പ്രതികരിക്കും. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ചെന്നൈയിൽ കൊടുത്തിട്ടുണ്ട്, പോലീസുകാരിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കാതിരിക്കുക അതൊന്നും നമുക്കറിയത്തില്ല. അതൊന്നും എൻ്റെ വിഷയങ്ങളല്ല. പരാതി പറയുക, അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക, അത് എൻ്റെ മനസാക്ഷി, അതത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.